ഹായ്, ഗുഡ് ഈവനിങ്. കിക്ക് പാട്രിക് ട്രെയിനിങ് ടീം ഒരുക്കുന്ന ഓൺലൈൻ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരാളുടെ വിജയത്തിന് കുറച്ചും കൂടെ തിളക്കം വേണമെങ്കിൽ അതേത് സ്കില്ലാണ് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ. അത് പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലാണ്. ഒരു ലീഡർക്ക് പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് കൂടെ ഉണ്ടെങ്കിൽ അയാളൊരു അസാധ്യ ലീഡറായിട്ട് മാറും. ഒരു ഓണ്ടർപ്രണർക്ക് ഒരു പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലും കൂടെ ഉണ്ടെങ്കിൽ അയാളൊരു നല്ല വിജയിച്ച ഓണ്ടർപ്രണറായിട്ട് മാറും എന്നുള്ളതിൽ സംശയമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു സ്കില്ല് ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവുമെങ്കിൽ അതേത് സ്കില്ലാണ് എന്ന ചോദ്യത്തിനും ഒരു ഉത്തരമേ ഉള്ളൂ. അത് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ട്രെയിനിങ്ങുകൾക്ക് പ്രസക്തി ഉണ്ടാവുന്നത്. എങ്ങനെയാണ് ഒരു നല്ല പബ്ലിക് സ്പീക്കർ ആവാൻ പറ്റുക എന്നൊരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. എനിവേ, എന്തിനാണ് നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് ആർജിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം ഒന്ന്, ടു ഇൻഫോം എന്നുള്ളതാണ്. കാര്യങ്ങൾ കൃത്യമായി ആളുകളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ, ആളുകൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ സ്കില്ല് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ അല്ലെങ്കിൽ ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ, ഇൻസ്പയർ ചെയ്യണമെങ്കിൽ ഒക്കെ നമുക്ക് ഈ സ്കില്ല് ആവശ്യമാണ്. നമ്മൾ ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ വല്ലാതെ ഇൻസ്പയർ ആവുന്നൊരു അവസ്ഥ ഉണ്ടാവാറില്ലേ? എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് തോന്നാറില്ലേ? ഇതൊക്കെ ഈ പ്രസംഗത്തിൻ്റെ അല്ലെങ്കിൽ സ്പീക്കിംഗ് സ്കില്ലിൻ്റെ കപ്പാസിറ്റിയാണ്. ചില സമൂഹത്തിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത അസാധ്യ സ്പീക്കേഴ്സ് നമ്മളെ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടില്ലേ? നമ്മൾ ഹിറ്റ്ലറെ പറ്റി പറയാറില്ലേ? ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള ജനങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ജർമ്മനിയിലെ ജനങ്ങളെ കീഴടക്കാൻ ഒരേ ഒരു സ്കില്ല് മാത്രമേ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ആ സ്കില്ലിൻ്റെ പേരാണ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ. ഇപ്പോഴും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാം. ചിലപ്പോൾ ആ ഭാഷ നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വേ ഓഫ് എക്സ്പ്രഷൻ ഇല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഇല്ലേ, ഇതിലൊക്കെയാണ് ജർമ്മൻ ജനത അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നത്. അത് ഈ ഒരു സ്കില്ലിൻ്റെ അസാമാന്യ കഴിവാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ ഒരു മണിക്കൂർ സമയം പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത്. ഇതൊരു തുടക്കമായിട്ടാണ് എൻ്റെ മുന്നിലുള്ള ആളുകൾ ഇതിനെ കാണേണ്ടത്. പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലിനെ പറ്റിയുള്ള ഏതാനും ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കൺവേ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ അസാമാന്യ സ്പീക്കറായി മാറും എന്നൊന്നും അവകാശപ്പെടാൻ ഞാനില്ല. പക്ഷേ ഇതൊരു തുടക്കമായിട്ട് മാറണം. നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ സ്കില്ല് വളർത്തിയെടുക്കാൻ പറ്റും. വേറെ ഏത് സ്കില്ലാണെങ്കിലും, ഇപ്പം നല്ലൊരു ഗായകനാണെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചെങ്കിലും ജന്മനാ കിട്ടണം ആ സിദ്ധി. അല്ലെങ്കിൽ നല്ല ആർട്ടിസ്റ്റ് ആണെങ്കിൽ കുറച്ച് ആ കഴിവ് ജന്മനാ കിട്ടേണ്ടതാണ്. പക്ഷേ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്ന സ്കില്ല് നമുക്കങ്ങനെ നേരത്തെ കിട്ടണമെന്ന് നിർബന്ധമില്ല. നമുക്കത് കൃത്യമായ ട്രെയിനിങ്ങിലൂടെ, അവസരങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഈ ഒരു കഴിവ് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വലിയൊരു രസകരമായ ഒരു സംഭവം പറയാറുണ്ട്. മനുഷ്യൻ്റെ ഹ്യൂമൻ ബ്രെയിൻ വർക്ക് ചെയ്ത് തുടങ്ങുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയോ? എപ്പോഴാണ് തുടങ്ങുന്നത്? അയാൾ ജനിക്കുമ്പോൾ അയാളുടെ ബ്രെയിൻ വർക്ക് ചെയ്ത് തുടങ്ങുന്നതാണ്. പിന്നെ എപ്പോഴാണ് ഇത് അവസാനിക്കാമെന്ന് നിങ്ങൾക്കറിയോ? അവസാനിക്കുന്നത് എപ്പോഴാണോ നിങ്ങൾ മരിക്കുന്നത്, അപ്പോഴാണ് ബ്രെയിൻ വർക്കിംഗ് അവസാനിക്കേണ്ടത് ശരിക്കും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ എവിടെയോ നിങ്ങളുടെ ബ്രെയിൻ അവസാനിച്ച് സ്റ്റക്കായി പോകുന്ന ഒരു നിമിഷമുണ്ടെങ്കിൽ അത് ഒരേ ഒരു സ്ഥലമാണ്. അത് 4 ആളുകളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ് എന്ന് പറയാറുണ്ട്. നമ്മൾ സ്റ്റേജ് ഫിയറിനെ പറ്റി പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഓഡിയൻസിൽ വന്ന ചില ആളുകൾക്കൊക്കെ ചിലപ്പോൾ സ്റ്റേജ് ഫിയർ ഉണ്ടായേക്കാം. അതിൻ്റെ ഭാഗമായിട്ടാവണം ഇത്തരം ഒരു പ്രോഗ്രാമിൽ ഒന്ന് കയറി നോക്കാം എന്ന് വിചാരിച്ചതും. നിങ്ങൾക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടോ? യെസ് ഓർ നോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാമോ കമൻറ്റ് ബോക്സിൽ? യെസ് ഓർ നോ? ഓക്കെ, യെസ്. ഓക്കെ, സ്റ്റേജ് ഫിയർ ഉണ്ട് എന്ന് പറയുന്ന ആളുകളാണ് കൂടുതലും. എനിവേ, സ്റ്റേജ് ഫിയറിനെ പറ്റി ഇങ്ങനെ പറയാറുണ്ട്. സ്റ്റേജ് ഫിയർ, ടോപ്പോഫോബിയ എന്നൊക്കെയാണ് പറയുക. ഈ ലോകത്തുള്ള ഫിയറുകളെ അല്ലെങ്കിൽ ഫോബിയാസിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അത്രേ. അതിൽ 7th ഫോബിയ ഏതാണെന്ന് അറിയോ? പേടികളെ ലിസ്റ്റ് ചെയ്തതിൽ 7ാമത്തെ പേടി ഏതാണെന്ന് നിങ്ങൾക്കറിയോ? അത് മരണത്തെ പറ്റിയുള്ള പേടിയാണത്രേ. അങ്ങനെയാണെങ്കിൽ നമ്പർ 1 ഏതാണ് എന്നൊരു ചോദ്യമില്ലേ? ആ ചോദ്യത്തിന് ഉത്തരമാണ് സ്റ്റേജ് ഫിയർ, ടോപ്പോഫോബിയ. സ്റ്റേജിൽ കയറുമ്പോൾ എവിടുന്നോ ഒരു ആശങ്ക കയറി വരുന്നുണ്ട്. എവിടുന്നോ നമ്മൾ പിന്നോട്ട് വലിക്കുന്ന എന്തോ ഒരു സംഭവമില്ലേ? അതിൻ്റെ പേരാണ് ഈ ടോപ്പോഫോബിയ എന്നൊക്കെ പറയുന്നത്. ഇതിനെ നമുക്ക് മറികടക്കാൻ പറ്റണം.
സ്റ്റേജ് ഫിയർ മറികടക്കാൻ നമുക്ക് പറ്റിയാൽ ലോകത്തെ പിന്നെ എല്ലാ പേടിയും നമുക്ക് മറികടക്കാൻ പറ്റും. കാരണം എന്താ? ഇതല്ലേ ഒന്നാമത്തെ പേടി. ഇത് നമ്മൾക്ക് മറികടക്കാൻ പറ്റിയാൽ ലോകത്തുള്ള എല്ലാ പേടികളെയും നമുക്ക് മറികടക്കാൻ പറ്റും. സ്റ്റേജ് ഫിയർ മാറ്റാൻ നമുക്ക് പറ്റിയാൽ പിന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവലും വല്ലാതെ കൂടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നേതാക്കന്മാർ അവരുടെ അനുയായികളെ കൂടെ നിർത്തിയത് ഈ ഒരു ഒറ്റ സ്കില്ല് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്കൊന്ന് പരിശോധിക്കണമെങ്കിൽ ഞാൻ അതിൻ്റെ സിംറ്റംസ് പറയാം. ഇനി ഞാൻ പറയാൻ പോകുന്ന അടയാളങ്ങൾ നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 4 ആളുകളുടെ മുന്നിലേക്ക് കയറി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്തതായിട്ട് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് നിങ്ങളാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേര് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വേദിയിൽ പോയപ്പോൾ പെട്ടെന്ന് ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും സ്റ്റേജിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം നിങ്ങളുടെ ഒന്നാമത്തെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ സ്റ്റേജ് ഫിയർ ഉണ്ടോ ഇല്ലേ എന്നതിൻ്റെ ലക്ഷണം ഒന്ന് റാപ്പിഡ് ഹാർട്ട് ബീറ്റാണ്. നിങ്ങളെ ഹൃദയം അങ്ങനെ ടപടപട അടിക്കുന്നുണ്ടോ എങ്കിൽ സ്റ്റേജ് ഫിയറിന് ചില ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇല്ലെങ്കിൽ ട്രംബ്ലിങ് നീസാണ്, മുട്ടിടിക്കുക എന്നൊക്കെ പറയാറില്ലേ, വിറക്കുന്നുണ്ടോ? നമ്മൾ ഈ പോഡിയത്തിനെ സ്പീക്കിംഗ് സ്റ്റാൻഡില്ലേ സ്റ്റേജിൽ വെക്കുന്ന, ഇതിനെ നാട്ടിലെ ആളുകൾ ചിലപ്പോൾ വിറതാങ്ങി എന്നൊക്കെ പറയാറുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ വിറയൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഡിവൈസ് എന്ന നിലക്കാണ് ഇതിനെ പറയുന്നത്. എനിവേ, ട്രംബ്ലിംഗ് നീസ് ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. മൂന്നാമത്തെ ലക്ഷണം ക്യുവറിങ് വോയിസ് ആണ്. സൗണ്ട് ഇവിടെ പിടിച്ചു പോകുന്ന ഒരു പ്രശ്നമുണ്ടോ, തൊണ്ട വരളുന്നൊരു പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇതുണ്ടെങ്കിൽ സ്റ്റേജ് ഫിയറിൻ്റെ ചില ലക്ഷണങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെയുള്ളത് ഫ്ലട്ടറിങ് സ്റ്റൊമക്കാണ്. നമ്മൾ പറയാറില്ലേ ഒരു ബട്ടർഫ്ലൈ ഇൻ ദ സ്റ്റൊമക്ക് എന്നൊക്കെ പറയും. അടിവയറ്റിലൂടെ ഒരു പൂമ്പാറ്റ പറക്കുന്ന ഒരു പ്രതീതി ഉണ്ടോ? നമ്മൾ ടെൻഷൻ വരുമ്പം ചെറുകുടലിനെ ബാധിക്കും എന്നാണ് പറയാറ്. അതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ അടിവയറ്റിൽ ഉണ്ടാവുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പിന്നെയുള്ളത് ബ്ലറിങ് ഓഫ് ഐസ് ആണ്. നമ്മുടെ കണ്ണുകൾ അടഞ്ഞു പോവുക, ബ്ലറായി പോവുക, കാണാൻ പറ്റാത്ത അവസ്ഥ. സ്റ്റേജിൽ കയറിയത് ഓർമ്മയുണ്ട്, പിന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടോ? ഡ്രൈയിങ് ഓഫ് മൗത്താണ്, പിന്നെ തൊണ്ട വരണ്ടിട്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ഇതൊക്കെ സ്റ്റേജ് ഫിയറിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ അടുത്ത് ഞാനൊരു പ്രസംഗ പരിശീലനത്തിന് പോയപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി എന്ന നിലക്ക്, നമ്മളെപ്പോഴും പ്രസംഗ പരിശീലനത്തിന് പോയാൽ നമ്മൾ പ്രസംഗിക്കുക എന്നുള്ളതാണ് അതിലത്തെ പ്രധാനപ്പെട്ട അജണ്ട. വിവിധ ഘട്ടങ്ങളിലായിട്ട് ടോപ്പിക്കുകൾ എടുത്തും അല്ലാതെ ഇൻസ്റ്റൻ്റായിട്ട് ടോപ്പിക്കുകൾ കൊടുത്തൊക്കെ പ്രസംഗിക്കുക എന്നുള്ളതാണ് ആ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത തന്നെ. അപ്പോൾ അതിലാദ്യ ഘട്ടത്തിൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടക്കുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ നമ്മളൊരാളെ വിളിച്ചു. അദ്ദേഹം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആകെ പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ പേരും നാടും ജോലിയും ഈ ഒരു പ്രോഗ്രാം കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് പറയേണ്ടത്. പക്ഷേ അദ്ദേഹം വന്നു, നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ വന്നു, നേരെ ആളുകളുടെ മുന്നിൽ നിന്നു. പിന്നെ കണ്ടത് താഴേക്ക് ഇങ്ങനെ വീണു പോകുന്നതാണ്. നോക്കുമ്പോൾ ഇദ്ദേഹം മുന്നേ എന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഞാൻ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളാണെന്നാണ്. അത്രയും ആരോഗ്യമുള്ള ഒരാൾ, ശാരീരികമായി യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ആളുകളുടെ മുന്നിലെത്തുമ്പോൾ എന്തോ ഒരു പ്രതിസന്ധി നമ്മൾ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അത് ഒഴിവാക്കാനാണ്, അത് ഒഴിവാക്കലിൻ്റെ ഒരു തുടക്കമായിട്ട് ഈ പ്രോഗ്രാമിനെ നിങ്ങൾ കാണണം എന്നാണ് ഞാൻ പറയുക. ഈ അടുത്ത് ഒരു വ്യക്തി എന്നെ ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ചു. എന്താണ് പ്രോഗ്രാം എന്ന് ചോദിച്ചാൽ ഒരു വീൽ ചെയറിൻ്റെ വിതരണമാണ്, വീൽ ചെയർ ഡിസ്ട്രിബ്യൂഷനാണ്. ഈ മനുഷ്യൻ കുറേ സ്പോൺസർമാരെ കണ്ടെത്തി, കുറേയൊക്കെ ഇയാൾ സ്വന്തം തന്നെ കയ്യിൽ നിന്ന് ക്യാഷൊക്കെ എടുത്ത് വീൽ ചെയർ വിതരണത്തിന് തയ്യാറായി നിൽക്കുന്നു. ഇതാ ഒരു പ്രൊജക്റ്റിൻ്റെ 2ാം ഘട്ടമാണ്. 2ാം ഘട്ടത്തിൽ ഈ പ്രോഗ്രാം ഒന്ന് ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ ക്ഷണിച്ചത്. ഞാൻ ആ പ്രോഗ്രാമിന് പോയി. പ്രോഗ്രാമിന് പോയിട്ട് ഞാൻ അദ്ദേഹത്തിനോട് വെറുതെ ചോദിച്ചു, ഇത് 2ാം ഘട്ടമല്ലേ, ആദ്യത്തെ ഘട്ടത്തിൽ ആരായിരുന്നു ഈ പ്രോഗ്രാമിന് വന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരാളുടെ പേര് പറഞ്ഞു. എന്നിട്ട് ഞാൻ വെറുതെ തമാശയ്ക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചു, അതെന്തുകൊണ്ടാണ് നിങ്ങൾ 2ാമത്തെ പ്രാവശ്യം എന്നെ ആക്കിയത്, അദ്ദേഹത്തിന് എന്താ വിളിക്കാതിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കഷ്ടപ്പെട്ട് ഇത്രയും വീൽ ചെയറൊക്കെ സംഘടിപ്പിച്ചിട്ട് ഞാൻ പ്രോഗ്രാം നടത്തി. പ്രോഗ്രാം നടത്താൻ ആളുകളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനുള്ളൊരു കപ്പാസിറ്റി എനിക്കില്ലാത്തത് കൊണ്ട് ഞാനൊരാളെ ക്ഷണിച്ചു. പക്ഷേ ആ പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ വന്ന ഒരാൾ ആ പ്രോഗ്രാം അതിൻ്റെ ഫുൾ ക്രെഡിറ്റും അദ്ദേഹം അങ്ങ് തട്ടിയെടുത്തത്രേ. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ഞാനാണ് ഈ പ്രോഗ്രാമിൻ്റെ ആളെന്ന നിലയിലുള്ള പ്രഭാഷണം അദ്ദേഹം നടത്തിയത്രേ. നിങ്ങൾ നോക്കൂ, ഈ സ്കില്ലിൻ്റെ അപാരമായൊരു കപ്പാസിറ്റിയാണിത്. ഒരു സ്കില്ലുണ്ടെങ്കിൽ ഇത്രയും സമയം അതിനു വേണ്ടി അധ്വാനിച്ച ഒരാൾ ചിത്രത്തിൽ നിന്ന് ഔട്ടാവുകയും സ്കില്ലുള്ളൊരു മനുഷ്യൻ ആ ചിത്രത്തിലേക്ക് കയറി വരികയും ആ പ്രോഗ്രാമിൻ്റെ അധിപനായി മാറുകയും ചെയ്യുന്ന മനോഹരമായ കാഴ്ച എന്നാണ് ഞാൻ പറയുക. ഈ സ്കില്ലിൻ്റെ ഒരു കപ്പാസിറ്റിയാണത്. ഈ സ്കില്ലുണ്ടെങ്കിൽ ആ ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. എവിടെയും
ഫസ്റ്റിലെത്താൻ, ടോപ്പിലെത്തി നിൽക്കാൻ ഈ ഒരു സ്കില്ല് നമുക്ക് അത്യാവശ്യമാണ്. ഈ സ്റ്റേജ് ഫിയർ എന്തുകൊണ്ടാണ് എന്നതിനെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് ഇതിൻ്റെ റീസൺസ് എന്ന് പറയുമ്പോൾ നമ്പർ 1, ഒന്ന് എലിവേറ്റഡ് പ്ലാറ്റ്ഫോം എന്നാണ് പറയുക. ഒന്ന്, എല്ലാ സ്റ്റേജുകളും ഇത്തിരി പൊങ്ങിയിട്ടായിരിക്കും, ഓഡിയൻസിൽ നിന്നും കുറച്ച് ഹൈറ്റിലായിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തത്. ഈ എലിവേറ്റഡ് പ്രോഗ്രാം ആകുമ്പോൾ തന്നെ നമ്മൾ മാനസികമായിട്ട് ചെറുതായിട്ടൊന്ന് പിന്നോക്കം പോകും. അതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തത് സബ് കോൺഷ്യസ് ഫിയർ ഓഫ് മോബ് എന്നുള്ളതാണ്. കുറേ ആളുകളെ കാണുമ്പോൾ നമുക്ക് എവിടെയോ ഒരു പേടിയാണ്, നമുക്ക് എവിടെയോ ഒരു ചെറിയ ഒരു ആശങ്കയുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതാണ് രണ്ടാമത്തത്, സബ് കോൺഷ്യസ് ഫിയർ ഓഫ് മോബ്. ആൻഡ് തേർഡ് വൺ പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പിന്നെ നേരത്തെ എവിടെയോ എപ്പോഴോ പണ്ടോ ചെറുപ്പത്തിലെങ്ങാനും ഒരു പ്രസംഗത്തിന് പോയപ്പോൾ ആളുകൾ ചിരിച്ചതോ, പ്രസംഗം നിന്നുപോയതോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ നേരത്തെ സ്റ്റേജിൻ്റെ മുകളിലുള്ള ഒരു പരാജയമോ അപാകതയോ ഏതോ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ എവിടെയോ ഉള്ളത് കൊണ്ടായിരിക്കണം ചിലപ്പോൾ ഈ ഒരു സ്റ്റേജ് ഫിയർ നമ്മൾ ഉള്ളിൽ തന്നെ ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഓൾ ഐസ് ആർ ഫോക്കസ്ഡ് ഓൺ ദ സ്പീക്കർ എന്നുള്ളതാണ്. 50 ആളുണ്ടെങ്കിൽ 100 കണ്ണുകൾ നമ്മളെ തന്നെ നോക്കി നിൽക്കും എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധിയാണ്. ആ കണ്ണുകൾ നമ്മളെ തന്നെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പേടി സ്വാഭാവികമാണ്. ദെൻ പിന്നെയുള്ളത് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. നേരത്തെ പരിചയമില്ലാത്തൊരു ഏർപ്പാട്, ആളുകളുടെ മുന്നിൽ കയറി നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെയുള്ളൊരു ആശങ്ക, ആ ഒരു കോൺഫിഡൻസിൻ്റെ കുറവാണ് മറ്റൊരു കാരണം. ദെൻ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്. നമുക്ക് ഇതല്ലല്ലോ നമ്മുടെ ജോലി, നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല സ്റ്റേജിൽ, ആളുകളുടെ മുന്നിൽ സംസാരിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തതും സ്റ്റേജ് ഫിയറിൻ്റെ ഒരു കാരണമാണ്. നമുക്ക് എങ്ങനെ ഈ സ്റ്റേജ് ഫിയർ മറികടക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇനി ആലോചിക്കേണ്ടത്. സ്റ്റേജ് ഫിയർ മറികടക്കാൻ വേറെ മാജിക്കൽ ടൂൾസ് ഒന്നുമില്ല, ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. 77% ലോകത്തിലുള്ള ആളുകൾക്കൊക്കെ ഈ പേടിയുണ്ടത്രേ. നമ്മൾ പിന്നെ അതിൽ നിന്ന് മാറി വേറൊരാളാണെന്നൊന്നുമില്ലല്ലോ. ഇത്രയും മെജോറിറ്റി ആളുകൾക്കും സ്റ്റേജ് ഫിയർ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമാണ്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്താം. ഒരു മനുഷ്യനൊരു പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി, എന്നെ ഒരു പ്രസംഗത്തിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കപ്പെട്ടു. എനിക്കറിയാം അവിടെ പോയിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനാവില്ല എന്ന കൃത്യമായ ധാരണ എനിക്കുണ്ട്. ബൈഹാർട്ട് ചെയ്ത് പ്രസംഗം പഠിക്കൽ എൻ്റെ ശീലവുമല്ല, എനിക്കത് പറ്റുകയുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പേപ്പറിൽ പ്രസംഗം എഴുതി കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ആ പ്രോഗ്രാമിലെത്തി. പ്രോഗ്രാമിൽ ആളുകളെയൊക്കെ കണ്ടിട്ട് ഞാൻ മെല്ലെ നെർവസായിട്ട് ഇങ്ങനെ സ്റ്റേജിൽ ഇരിക്കുമ്പം എൻ്റെ പേര് വിളിച്ചു. ഞാൻ മെല്ലെ ആ പേപ്പറും എടുത്ത് ആ പ്രസംഗ പീഠത്തിലേക്ക് നടന്നു നീങ്ങി. പ്രസംഗ പീഠത്തിനടുത്തെത്തി. ഞാൻ ആ പേപ്പർ മുന്നിൽ തുറന്നു വെച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ പ്രസംഗം ആ പേപ്പറിൽ നോക്കി വായിക്കാൻ തുടങ്ങി. വായിച്ചൊരു പകുതിയായത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് എൻ്റെ കണ്ണുകൾ മങ്ങാൻ തുടങ്ങി. എനിക്ക് ആ പേപ്പറിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. അവസാനം എനിക്ക് വായന മുഴുവനായിട്ടും തീർക്കാനാവാതെ ഞാൻ അവസാനിപ്പിച്ചു. എൻ്റെ സുഹൃത്ത് ശ്രീ മജുംദാർ എന്ന് പറഞ്ഞ ആളാണ് എനിക്ക് വേണ്ടി ബാക്കി എൻ്റെ പ്രസംഗം പേപ്പറിൽ നോക്കി വായിച്ചത് എന്നൊരു മനുഷ്യൻ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ്റെ പേരറിയോ നിങ്ങൾക്ക്? അദ്ദേഹത്തിൻ്റെ പേര് മഹാത്മാ ഗാന്ധിജി എന്നാണ്. നമ്മുടെ രാഷ്ട്രപിതാവാണ്. ഗാന്ധിജിക്കടക്കം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു മനുഷ്യനടക്കം ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്കതുണ്ടെങ്കിൽ അത് സ്വാഭാവികത മാത്രമാണ്. ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ പ്രഭാഷണ കലയുടെ പേരിൽ ഇന്ത്യയുടെ പേര് യശസ് ഉയർത്തിയ ഒരു മനുഷ്യനല്ലേ. അദ്ദേഹം എഴുതിയിട്ടുണ്ട്, പെർഫോമൻസിനെ പറ്റി ആലോചിക്കുമ്പോൾ സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ ഇപ്പോഴും എനിക്ക് ആശങ്കയുണ്ട്, എൻ്റെ മുട്ടിടിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇത് സ്വാഭാവികമാണ്. നമ്മൾക്കൊക്കെ സ്റ്റേജ് ഫിയർ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. നിരന്തരം പരിശീലനങ്ങളും കിട്ടിയ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ ഉറപ്പായിട്ടും നമ്മളൊരു നല്ല സ്പീക്കറായിട്ട് മാറും. ആളുകളുടെ മുന്നിൽ ധൈര്യത്തോടെ നെഞ്ചുവിരിച്ച് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്ന സ്പീക്കറായിട്ട് മാറാനുള്ള ഒരു തുടക്കമായിട്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം മാറട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആശംസ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്ന് ആരംഭിക്കണം എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ സ്റ്റേജ് ഫിയർ കൺട്രോൾ ചെയ്യാൻ പറ്റുക? അതാണ് ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് ഈ സ്റ്റേജ് ഫിയർ ഓവർകം ചെയ്യാൻ പറ്റുക? എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയാം. ഒന്ന്, പ്രിപ്പയർ തറോലി എന്നുള്ളത് തന്നെയാണ്. കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയാൽ, നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രത്തോളം ഗംഭീരമാകുന്നുവോ അത് നിങ്ങളുടെ പ്രസൻറ്റേഷൻ ഗംഭീരമാക്കും. നമ്മളിങ്ങനെ പറയാറില്ലേ, 3 P's ഓഫ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയാറുണ്ട്.
കൃത്യമായ പബ്ലിക് സ്പീക്കിംഗ് നടത്തണമെങ്കിൽ, എഫക്റ്റീവായ പബ്ലിക് സ്പീക്കിംഗ് നടത്തണമെങ്കിൽ 3 P's ആവശ്യമാണ്. 3 P's എന്താണെന്ന് അറിയോ? ഒന്ന് പ്രിപ്പറേഷനാണ്. കൃത്യമായി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഏറ്റവും ചെറിയ പ്രസംഗമാണ് ഏറ്റവും മികച്ച പ്രസംഗം. ചെറിയ പ്രസംഗം കേൾക്കാൻ മാത്രമേ ആളുകൾക്ക് ഇപ്പോൾ താല്പര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ പ്രസംഗങ്ങൾ ചെയ്യാൻ നമ്മൾ പ്രാപ്തരാവണം. ചെറിയ പ്രസംഗത്തിനാണ് കൂടുതൽ സമയം പ്രിപ്പയർ ചെയ്യേണ്ടത്. കൃത്യമായിട്ട് പ്രിപ്പറേഷൻ നടക്കണം. പ്രിപ്പറേഷൻ നടക്കുമ്പോൾ നമ്മൾ മനസ്സിലുണ്ടാവേണ്ട ഒരു ആലോചന, നമ്മുടെ മുന്നിൽ കേൾക്കാനിരിക്കുന്ന ആളുകൾ നമ്മളെക്കാൾ ഗംഭീരമായ ആളുകളാണ് എന്നാണ്. അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. അതിനനുസരിച്ചുള്ള ഡാറ്റകളും കണ്ടന്റുകളും പ്രസംഗത്തിൽ കൊണ്ടുവരണം. ആളുകൾക്ക് പുതുമയുള്ള, ആളുകൾ കേൾക്കാത്ത എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കണം. ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. രണ്ടാമത്തേത് പ്രാക്ടീസാണ്. പ്രാക്ടീസാണ് കൃത്യമായിട്ട് അയാളുടെ പ്രസൻറ്റേഷനെ നിർണ്ണയിക്കുക. നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ, നേരത്തെ നമ്മൾക്ക് മിറർ ടെക്നിക്കൊക്കെ ഉണ്ടായിരുന്നു. മിറർ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ വീട്ടിലെ കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ തന്നെ അത് കാണുന്നു, അതിൻ്റെ സമയമൊക്കെ കൃത്യമാക്കുന്നു. ഇതൊക്കെയാണ് മിറർ ടെക്നിക്ക്. പക്ഷേ ഇപ്പോൾ മിറർ ടെക്നിക്കിൻ്റെ ആവശ്യമില്ല ശരിക്ക്. ഇപ്പോൾ നമുക്ക് മൊബൈൽ ഫോണില്ലേ, മൊബൈൽ ഫോൺ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യണം നിങ്ങളുടെ പ്രസംഗം. 2, 3, 4 പ്രാവശ്യം നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കേൾക്കണം. എന്നിട്ട് അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിയിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഓഡിയോ റെക്കോർഡ് ചെയ്യണം. സൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ തന്നെ കേൾക്കണം. ഇപ്പോൾ എല്ലാ വീടുകളിലും മൈക്രോഫോണൊക്കെ ഉണ്ടല്ലോ, ചെറിയൊരു പാട്ടൊക്കെ പാടാനുള്ള സംവിധാനമൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. ആ മൈക്കൊക്കെ എടുത്തിട്ട് പ്രസംഗിച്ച് പഠിച്ചാൽ ഈ മൈക്കിനോടുള്ളൊരു പേടിയും കൂടെ ഉണ്ട്. അതും കൂടി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. സോ നമ്പർ 1 P പ്രിപ്പറേഷൻ, നമ്പർ 2 P പ്രാക്ടീസ്, ആൻഡ് 3rd P പ്രസൻറ്റേഷനാണ്. ഈ ആദ്യത്തെ 2 Pയും ഗംഭീരമാണോ? നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസൻറ്റേഷനും ഗംഭീരമാകും. ഈ 3 Pയും ഇൻ്റർ റിലേറ്റഡ് ആണ്. ഏതൊക്കെ ഗംഭീരമാകുന്നു അതിനനുസരിച്ച് ബാക്കിയൊക്കെ ഗംഭീരമായിക്കോളും. എനിവേ, ഒന്നാമത്തെ സ്റ്റേജ് ഫിയർ മാറ്റാനുള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. വേറെ ഒരു മാജിക്കൽ ടൂളും എൻ്റെ കയ്യിലില്ല. ഒറ്റ ടൂൾ മാത്രമേ ഉള്ളൂ. പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക, അതേപോലെ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. ആൻഡ് സെക്കൻഡ് വൺ, രണ്ടാമത്തത് റിലാക്സ് ബൈ ബ്രീത്തിങ് എക്സസൈസ് എന്നാണ്. നിങ്ങൾക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട് എന്ന് തോന്നുന്നെങ്കിൽ, നിങ്ങളുടെ പേര് സ്റ്റേജിലേക്ക് സംസാരിക്കാൻ വേണ്ടി വിളിച്ചാൽ നിങ്ങളൊരു 2-3 ലോങ് ബ്രീത്ത് എടുക്കണം. 3 ദീർഘശ്വാസം വലിച്ചാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ചെറുതായിട്ടൊന്ന് ഉയർന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. ചിലപ്പോൾ ഈ കൂട്ടത്തിൽ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവർക്ക് അതിൻ്റെ ബെനിഫിറ്റുകളെ പറ്റി അറിയാം. കൃത്യമായിട്ട് ആ ഒരു ലോങ് ബ്രീത്ത് 2-3 എണ്ണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ മെല്ലെ ഉയർന്നു വരും. പിന്നെയുള്ളത്, നമ്മൾ സ്റ്റേജിലേക്ക് കയറുമ്പോൾ, സുകുമാർ അഴീക്കോട് കേരളം കണ്ട മികച്ച പ്രഭാഷകനാണ്. അദ്ദേഹം പറഞ്ഞത്, പ്രസംഗത്തിൻ്റെ തുടക്കം ആദ്യത്തെ ഒരു 7 സെക്കൻഡ് 8 സെക്കൻഡൊക്കെയാണ് എനിക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവുന്നു. എൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു തുടങ്ങാൻ എനിക്ക് വരെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കേണ്ടത് ആരാണ് ഈ പറയുന്നതെന്നറിയോ? കേരളക്കരയിൽ ഡെയിലി പോയി സംസാരിച്ച ഒരു മനുഷ്യൻ പറയാണ്, തുടങ്ങാൻ ഇപ്പോഴും എനിക്കൊരു പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ആ പ്രശ്നം ഇല്ലെങ്കിലാണ് പ്രശ്നം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിവേ, ഞാൻ പറഞ്ഞത് തുടങ്ങാനാണ് ഒരു ബുദ്ധിമുട്ട്. തുടങ്ങിയ ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് പോയിക്കോളും. അപ്പോൾ അതുകൊണ്ട് തുടങ്ങാനുള്ള ഒരു ഓപ്ഷനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഏഞ്ചൽ എന്ന് പറയാറുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ, കുറേ ആളുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ആളുകളിൽ എവിടെയോ ഒരാൾ നമ്മൾ നോക്കിയിട്ട് മുഖത്ത് നോക്കി ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടാകും. ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് പ്രസംഗം തുടങ്ങാം. എന്നിട്ട് മെല്ലെ തുടങ്ങി ഏകദേശം സ്റ്റാൻഡായിട്ട് ബാക്കിയുള്ള ആളുകളിലേക്ക് പോയാൽ മതി. ഒരു കാര്യം ശ്രദ്ധിക്കണം, നോക്കിയിട്ട് ആ ഏഞ്ചലിൻ്റെ മുഖത്ത് തന്നെ ആയി പോകരുത്. ആ ഏഞ്ചൽ ആകെ ബുദ്ധിമുട്ടായി പോകും. നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതിൻ്റെ ഒരു തുടക്കം കിട്ടാനാണ് ഞാൻ ഈ ഐഡിയ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ധൈര്യം കിട്ടും. കിട്ടി ഏകദേശം നമ്മളെ കയ്യിലായി എന്ന് തോന്നിയാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രസംഗം അങ്ങോട്ട് മുന്നോട്ട് പോയിക്കോളും, നല്ല പ്രിപ്പറേഷനൊക്കെ ഉണ്ടെങ്കിൽ. ദെൻ പിന്നെയുള്ളത്, സ്റ്റേജ് ഫിയർ കുറച്ച് കുറയ്ക്കാനുള്ള മറ്റൊരു ടൂൾ എന്ന് പറയുന്നത്, മറ്റൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ബി കോൺഫിഡൻറ്റ് ദാൻ യു ഫീൽ എന്നുള്ളതാണ്. സംഭവം നമുക്ക് പേടിയൊക്കെ ഉണ്ട്. നമ്മൾ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ ഉള്ളിലൊരു ടപടപട അടിക്കുന്നുണ്ട്, കോൺഫിഡൻസ് ഇല്ല എന്നറിയാം. പക്ഷേ എഴുന്നേറ്റ് നിന്നിട്ട് ആ സൈഡിലൂടെ നെഞ്ചു വിരിച്ച് നേരെ നടന്നു നീങ്ങി സ്റ്റേജിലെത്തി ഓഡിയൻസിനൊന്ന് നോക്കി മുഖത്തൊരു ചിരിയൊക്കെ വെച്ചിട്ട് അങ്ങ് നിൽക്കണം. കോൺഫിഡൻ്റ് ആണ് ഇയാൾ എന്ന് ആളുകൾക്ക് തോന്നണം. ഉള്ളിൽ വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും അത് കാണിക്കാതെ വേണം നമ്മൾ നിറഞ്ഞു നിൽക്കാൻ, നേരെ നിൽക്കാൻ. അപ്പോൾ ആളുകൾക്കും തോന്നും ഇയാളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നൊരു പ്രതീക്ഷ ഉണ്ടാക്കാൻ പറ്റും, ആ ഒരു ബോഡി ലാംഗ്വേജ് വൈസ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്റ്റേജ് ഫിയർ കുറച്ചൊന്ന് കുറഞ്ഞു വരും, നമ്മളെ കോൺഫിഡൻസ് ലെവൽ ഒന്ന് കൂടി വരും. ദെൻ പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഓഡിയൻസ്, യുവർ ഓഡിയൻസ് വാണ്ട്സ് യു ടു സക്സീഡ്, അങ്ങനെയല്ലേ? ഏതെങ്കിലും ഓഡിയൻസിൽ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടാവുമോ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കുളമായിട്ട് വീണു പോകണേ
എന്നൊരു മനുഷ്യനും പ്രാർത്ഥിക്കുകയോ ആലോചിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഉണ്ടാകുമോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടാകുമെന്ന്. എല്ലാവരും വിചാരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നന്നാവണേ എന്നല്ലേ. അങ്ങനെ ഒരു വലിയ പ്രശ്നമുള്ള ആളുകളൊന്നും നമ്മളെ ഓഡിയൻസ് സൈഡിൽ ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആളുകൾ അങ്ങനെ ആഗ്രഹിക്കുന്നു, ആളുകൾ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടാക്കൊന്നുമില്ല. വേറെ ഒരു പ്രശ്നമുള്ളത് മേക്ക് എ പ്ലെഡ്ജ് ടു യൂസ് ഓൾ ദ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നല്ലൊരു സ്പീക്കർ ആവാനുള്ള തുടക്കത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ആളാണോ? ആണെങ്കിൽ നാളെ മുതൽ, ഇന്നനി സമയമില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് മുതൽ എന്ന് പറഞ്ഞേനെ, നാളെ മുതൽ നമ്മൾ എവിടെയൊക്കെയാണോ സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളത്, എവിടെയൊക്കെയാണോ മൈക്കുള്ളത്, സ്റ്റേജുള്ളത്, അവിടെ നമ്മൾ ഓപ്പർച്യൂണിറ്റി ചോദിച്ചു വാങ്ങും. എന്നിട്ട് സംസാരിച്ച് തുടങ്ങും. നമുക്ക് ഒരു കാര്യത്തിനോട് ഒരു പേടി ഉണ്ടെങ്കിൽ ആ പേടി മാറണമെങ്കിൽ അതുമായിട്ട് കൃത്യമായിട്ട് എൻഗേജ് ചെയ്യുക എന്നുള്ളതല്ലേ ചെയ്യേണ്ടത്. ഇപ്പോൾ ഡ്രൈവിങ് പഠിക്കണമെങ്കിൽ വണ്ടി എടുത്ത് റോട്ടിലിറങ്ങണ്ടേ? റോട്ടിലിറങ്ങാതെ നമുക്ക് എങ്ങനെ ഇത് പഠിക്കാൻ പറ്റും? അതിൻ്റെ ഇടയിലൊരു ചെറിയ വീയലും പരിക്കൊക്കെ സ്വാഭാവികമല്ലേ? അതുണ്ടാവില്ലേ? നമുക്കത് ഉണ്ടായിട്ടില്ലേ? അതിൻ്റെ മുകളിലല്ലേ നമ്മൾ ഇന്ന് എക്സ്പെർട്ട് ഡ്രൈവറായിട്ട് മാറിയത്. അതുകൊണ്ട് നാളെ മുതൽ റോട്ടിലിറങ്ങുന്നു നമ്മൾ. നിങ്ങൾ നീന്താൻ പഠിക്കാൻ സ്വിമ്മിങ്ങിനൊക്കെ ഉള്ള കോച്ചിങ്ങിനാണ് ചേരുന്നതെങ്കിൽ വെള്ളത്തിലിറങ്ങണ്ടേ? വെള്ളത്തിൽ ആദ്യമായിട്ട് ഇറങ്ങുമ്പോൾ വെള്ളം കുടിച്ചു പോവുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് സ്വാഭാവികമല്ലേ? അതിലൊന്നും ഇറങ്ങാതെ നീന്തൽ പഠിക്കാനാവില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമാണ്. ഇതേപോലെ ഈ ഒരു സ്കിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നാളെ മുതൽ പ്രസംഗങ്ങൾ ഉപയോഗിച്ച് തുടങ്ങും. പ്രസംഗ പീഠങ്ങൾ ഉപയോഗിക്കണം, സ്റ്റേജുകൾ ഉപയോഗിക്കണം. ചെറിയ ചെറിയ പരിക്കൊക്കെ ഉണ്ടാകും. ഈ വോട്ട് ഓഫ് താങ്ക്സ് ഒക്കെ ഏറ്റെടുത്താൽ മതി. നന്ദി പ്രസംഗങ്ങളില്ലേ, നന്ദി പ്രസംഗം ഏറ്റെടുത്താലുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ ആളുകൾ ഇത് കേൾക്കാൻ ശ്രദ്ധിക്കാൻ ഉണ്ടാവില്ലല്ലോ. പ്രോഗ്രാം കഴിഞ്ഞാൽ എല്ലാവരും ബാഗൊക്കെ എടുത്തിട്ട് അല്ലെ ഭക്ഷണം എവിടെയാണെന്നൊക്കെ തരുന്ന തിരക്കിലായിരിക്കില്ലേ? അത് ഏറ്റെടുക്കണം. തുടക്കം അങ്ങനെ ആയിക്കോട്ടെ. എന്നിട്ട് നമുക്ക് ആവുന്ന രീതിയിൽ നന്നായിട്ട് നന്ദി പറയണം. എന്നിട്ട് മെല്ലെ ഇങ്ങനെ കയറി വരാം. ആശംസയാവാം, വെൽക്കം ആകാം, അധ്യക്ഷനാവാം, ഇങ്ങനെ കയറി വരാം. ഇല്ലെങ്കിൽ എല്ലാ അവസരങ്ങളും ഉപയോഗിക്കുന്ന ഒരാളായിട്ട് നമ്മൾ മാറുക എന്നുള്ളത് തന്നെയാണ് സ്റ്റേജ് ഫിയർ എന്ന് പറയുന്ന സാധനത്തിനെ മറികടക്കാൻ, അതിനെ ഓവർകം ചെയ്യാനുള്ള ഏക ഓപ്ഷൻ. പിന്നെയുള്ളത് എല്ലാ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉപയോഗിക്കുക. പിന്നെയുള്ളത് ഒരു വിഷ്വലൈസ് ദ സക്സസ് എന്ന് പറയുന്ന മെഡിറ്റേഷനിലൊക്കെ നമ്മൾ പറയുന്ന ഒരു ടെക്നിക്കല്ലേ. നിങ്ങളുടെ വിജയം ഒന്ന് വിഷ്വലൈസ് ചെയ്യണം. പ്രസംഗിക്കാൻ പോകുന്നതിന് മുന്നേ വെറുതെ ഒന്ന് കണ്ണടച്ച് വെച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ പേര് വിളിക്കുന്നു, നിങ്ങൾ അത്രയും ആളുകളുടെ ഓഡിയൻസിൻ്റെ ഒരു സൈഡിൽ നിന്ന് എഴുന്നേൽക്കുന്നു, വളരെ കോൺഫിഡൻറ്റോടെ, മുഖത്തൊരു വലിയ ചിരിയോടെ, ധൈര്യത്തോടെ, നെഞ്ച് വിരിച്ചിട്ട് ആ വരാന്തയുടെ സൈഡിലൂടെ ഇങ്ങനെ കയറി വന്നിട്ട് സ്റ്റേജിലേക്ക് കയറുന്നു. സ്റ്റേജിൽ ആ പോഡിയത്തിൻ്റെ മുകളിൽ മൈക്കിൻ്റെ മുന്നിൽ നിന്നിട്ട് ആളുകളെ മുഖത്ത് നോക്കിയിട്ട് ഒരു ചിരിച്ചുകൊണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നു. എന്നിട്ട് ആളുകളെ നോക്കിയിട്ട് ഒരു പ്രസംഗം നമ്മളങ്ങ് പ്രസംഗിക്കുന്നു. ഗംഭീര തുടക്കം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് വളരെ സിമ്പിളായിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരുടെ ഹൃദയത്തോട് ചേർന്ന് സംസാരിക്കുന്നു. അവസാനം കൺക്ലൂഡ് ചെയ്ത് നമ്മൾ നിർത്തുമ്പം ആളുകൾ പടച്ചോനെ ഈ പ്രസംഗം തീരരുതേ എന്ന് വിചാരിക്കുന്ന രീതിയിൽ നമ്മൾ പ്രസംഗം അവസാനിപ്പിച്ചിട്ട് അങ്ങ് ക്ലോസ് ചെയ്യുന്നു. ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു. വെറുതെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കൂ. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു കോൺഫിഡൻസ് ഇങ്ങനെ കൂടി വരുന്നത് കാണാൻ പറ്റും. ഇനി ലാസ്റ്റ് സ്റ്റേജ് ഫിയർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, റിമെമ്പർ ദർ വിൽ ബി ആൾവേസ് ബി എ നെക്സ്റ്റ് ടൈം എന്നുള്ളതാണ്. ഇനി ഇന്ന് ആ പ്രസംഗം അങ്ങ് കുളമായി പോയി എന്ന് വിചാരിക്കാം, ഇന്ന് ഇങ്ങോട്ട് റെഡിയായില്ല, നമ്മുടെ പ്രസംഗത്തിൻ്റെ തുടക്കമൊക്കെ ഗംഭീരമായിരുന്നു, പിന്നെ അങ്ങ് നിയന്ത്രണം വിട്ടുപോയി എന്ന് വിചാരിക്കുക. പ്രശ്നമാക്കേണ്ട. ദർ വിൽ ബി എ നെക്സ്റ്റ് ടൈം. അടുത്ത പ്രാവശ്യം ഇനിയും സ്റ്റേജ് ഇല്ലേ, ഇനിയും ഓഡിയൻസ് ഇല്ലേ, ആളുകളോട് ഇതൊക്കെ മറന്നു പോകും. നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു പ്രശ്നം ബാക്കിയുണ്ടെങ്കിലേ ഉള്ളൂ. ഓഡിയൻസ് ഇതൊന്നും ഓർത്ത് വെക്കുകയൊന്നുമില്ല. സോ ഈ സ്റ്റെപ്പുകളിലൂടെയൊക്കെ നമ്മൾ മൂവ് ചെയ്താൽ ഉറപ്പായിട്ടും നമ്മളെ സ്റ്റേജ് ഫിയർ മെല്ലെ മെല്ലെ കുറഞ്ഞു വരും. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, സ്റ്റേജ് ഫിയർ കുറയാനുള്ള ഒരു മാജിക്കൽ ടൂൾ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഈ നാളെ മുതൽ എല്ലാ അവസരങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. പ്രസംഗിച്ചു കൊണ്ടേയിരിക്കുക, കിട്ടുന്ന അവസരത്തിലൊക്കെ കയറി സംസാരിക്കുക. ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്റ്റേജ് ഫിയർ മാറും. സ്റ്റേജ് ഫിയർ ആണ് ഒന്നാമത്തെ പേടിയെങ്കിൽ ആ പേടിയെ നമ്മൾ മറികടക്കും. ആ പേടി മറികടന്നാൽ എല്ലാ പേടികളെയും, ലോകത്തെ മുഴുവൻ പേടികളെയും നമ്മൾ മറികടക്കുന്ന ആളുകളായിട്ട് മാറും. ഇനി നമുക്ക് പ്രസംഗത്തിൻ്റെ പാർട്ടിലേക്ക് വരാം. നമ്മളിങ്ങനെ പറയാറുണ്ട്, ഒരു പ്രസംഗത്തിൻ്റെ 5 വൈഫുകളും ഒരു ഹസ്ബൻഡ് എന്നൊക്കെ പറയാറുണ്ട്. 5W നമ്മളൊന്ന് പരിഗണിക്കണം. ഒരു സ്ഥലത്തേക്ക് നമ്മൾ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടായിരിക്കണം. 5W ഏതൊക്കെയാണെന്നറിയാം? ഒന്ന് വെൻ എന്നുള്ളതാണ്, രണ്ടാമത്തേത് വേർ എന്നുള്ളതാണ്, മൂന്നാമത്തേത് വാട്ട് എന്നുള്ളതാണ്,
നാലാമത്തത് ഹൂം, അഞ്ചാമത്തത് വൈ. എവിടെയാണ് പ്രസംഗം, എപ്പോഴാണ് പ്രസംഗം, എന്തിനാണ് പ്രസംഗം, ആരോടാണ് പ്രസംഗം, എന്തിനാണ് നിങ്ങളെ പ്രസംഗത്തിന് ക്ഷണിച്ചത്? ഈ 5 ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിലേ നിങ്ങൾക്ക് നല്ലൊരു പ്രസംഗം അവിടെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ അവിടുത്തെ ആ സിറ്റുവേഷന് യോജിച്ച് സ്പീക്കർ ആവണമെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവണം. ഓക്കെ, കൃത്യമായിട്ട് ഈ സ്റ്റേജ് ഫിയർ മാറാനുള്ള ഒരു ഓപ്ഷനായിട്ട് പറയുന്നത് നമ്മൾക്ക് സ്പീക്ക് ചെയ്യേണ്ട, പ്രസംഗിക്കേണ്ട ഒരു സ്റ്റേജിൽ വളരെ നേരത്തെ എത്തുക എന്നുള്ളതാണ്. എന്നിട്ട് ആ സ്റ്റേജിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറാനൊരു അവസരം ഉണ്ടെങ്കിൽ ഒന്ന് കയറിയിട്ട് ഓഡിയൻസിൻ്റെ സൈഡിലേക്കൊക്കെ നോക്കുകയും ഒഴിഞ്ഞ കസാരകളൊന്ന് നോക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് കുറച്ച് ധൈര്യം ഉണ്ടാവും എന്നാണ് പറയുക. പറ്റുമെങ്കിൽ നമ്മൾ നടത്തുന്ന പരിപാടിയാണെങ്കിൽ തലേ ദിവസം രാത്രിയിൽ ആ സ്റ്റേജ് ഒഴിവായിരിക്കും. മിക്കവാറും അവിടെ സാധനമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവിടെ കയറിയിട്ട് ഒരു ചെറിയ പ്രസംഗമൊക്കെ ഒരു റിഹേഴ്സലൊക്കെ നടത്തി നോക്കിയാൽ ഉറപ്പാണ് നിങ്ങളുടെ സ്കില്ല് വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഇത് ആരോടാണ് പ്രസംഗിക്കുന്നതെന്ന് അറിയണ്ടേ, എന്നാലല്ലേ അവർക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുള്ളൂ. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, എൻ്റെ LP സ്കൂൾ കാലഘട്ടത്തിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ട് ഈ ഉത്തരാധുനികതയുടെ അന്തഹാളത്തിൽ എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ട്. ആരോടായി പറയണമെന്ന് അറിയോ? 4ാം ക്ലാസ്സിലെ കുട്ടികളോടാണ്. കൃത്യമായിട്ട് ഓഡിയൻസിനെ മനസ്സിലാക്കി സംസാരിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. എന്തിനാ നിങ്ങളെ വിളിച്ചതെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. അതാണ് വൈന്നൊക്കെയുള്ള ചോദ്യത്തിന് ഉത്തരം കാണേണ്ടത്. എന്തിനാ നിങ്ങളെ വിളിച്ചതെന്നറിയോ? ആ കാര്യങ്ങളെ പറ്റി ഒന്ന് കൃത്യമായിട്ട് പറയാനാണെങ്കിൽ അത് പറഞ്ഞിരിക്കണം. നിങ്ങൾ ആശംസ പറയാനാണെങ്കിൽ ആശംസ മാത്രമേ നിങ്ങൾ പറയാവുള്ളൂ. ആശംസ പറയും വേണം. നമ്മളെ നാട്ടിലെ ചില ആശംസാ പ്രസംഗകരുടെ ആശംസാ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വെറുതെ കാട് കയറി പ്രസംഗിക്കും, അവസാനം ആശംസ പറയാൻ മറന്നും പോകും. അതല്ല, പറയാൻ വിളിച്ച സംഭവം ചെയ്യണ്ടേ. അപ്പോൾ ആ രീതിയിൽ ഇതിനൊക്കെ ഒരു ഉത്തരം ഉണ്ടാവണം, എങ്ങനെയാണ് പ്രസംഗിക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവണം. ഈ രീതിയിലൊക്കെയാണ് നമ്മളൊരു പ്രസംഗത്തിന് ഒരുങ്ങേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ഓൺലൈൻ പ്രോഗ്രാമാണല്ലോ, അതിന് കുറേ പരിമിതികളുണ്ടല്ലോ. ഇതൊരു തുടക്കമായിട്ട് കണ്ടാൽ മതി. ഇതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലൊക്കെ നിങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഈ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് എല്ലാവരെ കൊണ്ടും പ്രസൻറ്റൊക്കെ ചെയ്യിപ്പിച്ച് അതിന് ഇവാലുവേഷനൊക്കെ നടത്തിയിട്ട് നമുക്ക് മൂവ് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നേതായാലും ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് അവസാനിപ്പിക്കാം. നമ്മളിങ്ങനെ പറയാറ് ഒരു സ്പീച്ചിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഒരു പ്രസംഗത്തിന് നമ്മളെ ക്ഷണിച്ചാൽ അല്ലെങ്കിൽ നമ്മളൊരു പ്രസംഗം പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന സമയത്ത് ഇതിൻ്റെ സ്ട്രക്ചറിനെ പറ്റി ഒരു ചെറിയ ഐഡിയ ഉണ്ടാവുന്നത് നല്ലതാണ്. OBC എന്നാണ് നമ്മൾ പറയുക. ഓപ്പണിംഗ്, ബോഡി, കൺക്ലൂഷൻ ഓർ ക്ലോസിംഗ് എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ഒരു പ്രസംഗം തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. 15% ഇൻട്രൊഡക്ഷൻ എടുക്കാം എന്നാണ്. നിങ്ങൾക്കൊരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ 15% ഇൻട്രൊഡക്ഷൻ ഉള്ള സമയമാണ്. ബാക്കി 75% അതിൻ്റെ ബോഡിയാണ്, മെസ്സേജ്, അതിൻ്റെ കണ്ടൻ്റാണ്. ആൻഡ് ദ ലാസ്റ്റ് 10% എന്ന് പറയുന്നത് അതിൻ്റെ ക്ലോസിങ്, കൺക്ലൂഷനാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ മാനേജ് ചെയ്യണം. കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റിയൊരു കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രസംഗം തുടങ്ങുകയാണ്, നിങ്ങളൊരു പ്രസംഗം പ്രിപ്പയർ ചെയ്യുകയാണ്. പ്രസംഗം തുടങ്ങുമ്പോൾ സാധാരണയുള്ള ക്ലീശേ ഡയലോഗുകൾ ഒഴിവാക്കണം. കാരണം എന്താ വെച്ചാൽ ആളുകൾക്ക് ഇപ്പം പ്രസംഗങ്ങൾ കേൾക്കാൻ താല്പര്യമില്ല. ആദ്യത്തെ ഒരു 7 to 15 സെക്കൻഡ്സിൽ ആളുകൾ തീരുമാനിക്കും പ്രസംഗം കേൾക്കണോ വേണ്ടയോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തുടക്കം ഗംഭീരമാവുക എന്ന് പറയുന്നത് നിർണായകമാണ്. തുടക്കം ഗംഭീരമാക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും ഒരു വെറൈറ്റി, ഒരു വ്യത്യാസം, നിങ്ങൾക്കുള്ള സ്കില്ല് ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കൊരു കവിത ചൊല്ലാൻ അറിയുന്ന ആളാണോ എങ്കിൽ നിങ്ങൾ ആ സ്പീക്കിംഗ് സ്റ്റാൻഡിൽ വന്ന് ഓഡിയൻസിനൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്ത്, അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു 4 വരി കവിത ചൊല്ലി നോക്കൂ. ആളുകൾ ഇരിക്കും. ഇയാളെടുത്ത് എന്തോ സംതിങ് സ്പെഷ്യൽ ഉണ്ട് എന്ന് ആളുകൾക്ക് തോന്നും. അല്ലാതെ എല്ലാവരും തുടങ്ങുന്ന പോലെ തുടങ്ങിയാൽ ചിലപ്പോൾ ആളുകൾ എഴുന്നേറ്റ് പോകാനും ചിലപ്പോൾ പുറത്തേക്ക് ഡൈനിങ് ഹാളിലേക്കൊക്കെ പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓപ്പണിംഗ് ഗംഭീരമാവുക എന്നുള്ളത് നിർണായകമാണ്. ഏതെങ്കിലും റിയൽ ലൈഫ് എക്സ്പീരിയൻസ് പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ ഒരു കഥ പറഞ്ഞിട്ട് പ്രസംഗം ആരംഭിക്കുന്നു. നിങ്ങളുടെ കഥ എന്ന് പറയുമ്പോൾ അതിനൊരു ഒറിജിനാലിറ്റി ഉണ്ടാവും. വേറെ ആരുടെങ്കിലും കഥ എടുത്ത് പറയുമ്പോൾ അത് പാളി പോകാനൊക്കെ സാധ്യതയുണ്ട് എന്ന് പ്രത്യേകം ഓർക്കുക. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലൊന്ന് തുടങ്ങി നോക്കൂ. അല്ലെങ്കിൽ അന്നത്തെ ന്യൂസ് പേപ്പറിൽ ഏതെങ്കിലും ഒരു ഷോക്കിംഗ് ഫാക്ട്സ് പറഞ്ഞിട്ട് തുടങ്ങി നോക്കൂ. ഒരു ഞെട്ടിക്കുന്ന സംഭവം ഇന്നത്തെ നിങ്ങളുടെ പത്രത്തിൽ നിങ്ങൾ കണ്ടോ, 1000 പേരെയാണ് വെടിവെച്ച് കൊന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനം നോക്കിയാൽ ആൾക്കാർ ഇങ്ങനെ പത്രമൊക്കെ വായിക്കുന്ന ആൾക്കാർ ഇപ്പോൾ വളരെ കുറവാണ്. ഇവരൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് എന്താണ് ആ സംഭവം എന്നൊക്കെ അറിയാനുള്ളൊരു ശ്രമം ഉണ്ടാവും. ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ആളുകളെ പിടിച്ചിരുത്താനുള്ള അല്ലെങ്കിൽ ആളുകളുടെ ആ പ്രസംഗത്തിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഈ പ്രസംഗം കൊള്ളാം, ഇത് കേൾക്കാം, ഇതിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഇയാൾക്ക് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് നോട്ട് ഉണ്ടായിരിക്കണം. ഒരു ഇൻട്രഡക്ഷൻ അങ്ങനെ ഗംഭീരമായിരിക്കണം. രണ്ടാമത്തത് അതിൻ്റെ ബോഡി പാർട്ടാണ്. അതാണ് നമുക്ക് പറയാനുള്ള സാധനം, പറയാനുള്ള സംഭവം അതാണ്, ബോഡി മെസ്സേജ് അതാണ്.
അത് കൃത്യമായി വളരെ കൃത്യമായിട്ട് ലോജിക്കലി അറേഞ്ച് ചെയ്ത് വലിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാതെ ആളുകളെ വല്ലാതെ കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ സിമ്പിളായിട്ട് പറയാനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യണം. നിങ്ങളിപ്പോൾ ഒരു ആശയം പറയുകയാണെങ്കിൽ ആ ആശയവും അതുമായിട്ട് കണക്ട് ചെയ്ത ഒരു എക്സാമ്പിളോ ഒരു സ്റ്റോറിയൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. എന്നിട്ട് അടുത്ത ആശയം പറയുന്നു, അതിൻ്റെ ഒരു സ്റ്റോറി പറയുന്നു, അല്ലെങ്കിൽ അതിലൊരു മെസ്സേജ് പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് ആളുകൾക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ട് നിങ്ങൾ അതൊന്ന് പ്രസൻറ്റ് ചെയ്ത് നോക്കൂ. ആളുകൾക്ക് ഇഷ്ടാവും. ഈ ഓവർ സ്റ്റാറ്റിസ്റ്റിക്സ് കാര്യങ്ങൾ പറയുന്നത് ആളുകൾക്ക് ബോറിംഗ് ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഒരുപാട് കണക്കുകൾ വേണ്ട, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് വേണ്ട. നിങ്ങൾക്ക് ഇതൊരു കണക്ഷൻ ഉണ്ടാവണം. പറയുന്ന കാര്യങ്ങൾ കണക്ഷൻ ഇല്ലാതെ കാട് കയറി പോകുന്ന ആളുകളെ നമ്മൾ ഈ മൈക്ക് തീനികൾ എന്നൊക്കെ പറയാറില്ലേ, ആ രീതിയിലേക്ക് ആയി പോകരുത്. ഇങ്ങനെ കാട് കയറി പറഞ്ഞാൽ ഓഡിയൻസ് ആകെ കൺഫ്യൂഷൻ ആവും. അത് പറയുന്നു, ഇത് പറയുന്നു, അത് പറയുന്നു, പിന്നെ ആകെ കൂടി ഇതിനൊരു കണക്ഷൻ കിട്ടാതായി പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ബോഡി പാർട്ട് ലോജിക്കലി അറേഞ്ച് ചെയ്യണം, കണ്ടൻറ്റ് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ അതോടുകൂടി പറയാനുള്ള കാര്യങ്ങൾ ആളുകൾക്ക് കിട്ടും. അതോടുകൂടി അങ്ങ് അവസാനിപ്പിച്ച് കളയരുത്. ഇതിനൊരു ക്ലോസിങ് പാർട്ട് കൂടിയുണ്ട്. കൃത്യമായിട്ട് അത് കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. പ്രസംഗ ടപ്പേ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കേണ്ട ഒരു സംഭവമല്ല. ഇതൊരു ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്യണത് പോലെ, വിമാനമൊക്കെ ലാൻഡ് ചെയ്യണത് പോലെ കൃത്യമായിട്ട് ഇങ്ങനെ പോയിട്ട് കൃത്യമായ റൂട്ടിലൂടെ പറന്ന് കൃത്യമായിട്ട് അത് ലാൻഡ് ചെയ്യണം. ആ ലാൻഡിങ്ങിൽ നമുക്ക് ഒരു മെസ്സേജ് കൊടുക്കാം, അല്ലെങ്കിൽ ഇത്രയും സമയം പറഞ്ഞതിൻ്റെ ഒരു കൺക്ലൂഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 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 അടിപൊളിയായിട്ടുള്ള ഫിനിഷിംഗ് ആയിരിക്കണം. ആളുകൾ ഇങ്ങനെ വിചാരിക്കണം, ഈ പ്രസംഗം തീരരുതേ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മഴയൊക്കെ തോർന്നത് പോലെ കൃത്യമായിട്ട് ഇങ്ങനെ അവസാനിച്ച് വരുന്നതായിട്ട് ഓഡിയൻസിന് അത് ഫീൽ ചെയ്യണം. ആ രീതിയിൽ കൺക്ലൂഡ് ചെയ്യാൻ പറ്റണം പ്രസംഗം. ഇങ്ങനെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ ഭാഗങ്ങളിലൂടെയൊക്കെ പോയിട്ട് ഓപ്പണിങ്, ബോഡി, കൺക്ലൂഷൻ ഓർ ക്ലോസിംഗ് ഒക്കെ നടത്തിയിട്ട് അവസാനിപ്പിക്കാൻ നമുക്ക് പറ്റണം. ഇങ്ങനെയൊക്കെ പറ്റണമെങ്കിൽ നല്ല പ്രിപ്പറേഷൻ ആവശ്യമാണ്. തുടക്കത്തിലാണെങ്കിൽ നമ്മൾ നല്ല പ്രിപ്പറേഷനും പ്രാക്ടീസും കൃത്യമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം. എത്ര വലിയ ആളുകളാണെങ്കിലും നമ്മുടെ പ്രധാനപ്പെട്ട മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. ഇപ്പോഴും അവർ പറയുന്നുണ്ട്, ഞങ്ങളിപ്പോഴും ഇത്ര സ്റ്റേജുകളായിട്ടും ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും ഇപ്പോഴും ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ കൃത്യമായ റിഹേഴ്സലും കൃത്യമായ ഹോംവർക്കും ചെയ്തിട്ടേ ഞങ്ങൾ പോകാറുള്ളൂ എന്ന് പറയുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് തുടക്കക്കാരെന്ന നിലയിൽ നമ്മളും നല്ല പ്രിപ്പറേഷൻ നടത്തണം, കൃത്യമായ പ്രാക്ടീസ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ രീതിയിലും ഒരുക്കങ്ങൾ നടത്തിയിട്ട് മാത്രമേ നമ്മൾ പ്രസംഗ പീഠത്തിലേക്ക് പോകാവുള്ളൂ എന്നാണ് ഞാൻ പറയുക. അപ്പോൾ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ മാറുക. ഓപ്പണിംഗ്, ബോഡി, ക്ലോസിംഗ് ഓർ കൺക്ലൂഷൻ, ഈ 3 കാര്യങ്ങളും പ്രത്യേകം ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ആ ഒരു പ്രസംഗത്തിൻ്റെ സ്ട്രക്ചർ അതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓപ്പണിംഗ് എന്ന് പറയുന്നത് 15% ആണ്, 15%. ബോഡിയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, 75% ആണ്. ക്ലോസിംഗ് 10% ആണ്. ഇതൊക്കെ ഒരു കറക്റ്റ് കണക്കല്ല, അത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു കണക്ക് ഞാൻ പറഞ്ഞു തന്നതാണ്. അത് വിചാരിച്ചിട്ട് 10% കുറച്ച് കൂടി പോയാൽ ഒന്നും സംഭവിക്കില്ല, പ്രസംഗം ചിലപ്പോൾ ഒന്നും കൂടി ഗംഭീരമായേക്കാം. ഞാനൊരു പ്രിപ്പറേഷൻ്റെ ഒരു സ്റ്റേജിന് ഒരു പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ധാരണ തരികയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആലോചിക്കേണ്ടതും ചെയ്യേണ്ടതും ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഈ ഓൺലൈനിൽ ഈ പ്രസംഗ പരിശീലനം എന്ന് പറയുമ്പോൾ അതിന് കുറേ പരിമിതികളുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നാളെ മുതൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇനി ഞാൻ പറയാൻ പോകുന്ന പോയിന്റുകളൊക്കെ എൻ്റെ പ്രസംഗത്തിൽ എങ്ങനെയാണ് എന്ന് പറയാൻ ഒരാളെ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ ഒരാളെടുത്ത് ഫോണൊക്കെ കൊടുത്തിട്ട് എൻ്റെ പ്രസംഗം ഒന്ന് റെക്കോർഡ് ചെയ്യണം എന്ന് പറയണം. റെക്കോർഡ് ചെയ്തിട്ട് ആ വീഡിയോ നിങ്ങൾ വീട്ടിൽ പോയി കാണുമ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ഒരു ചെറിയ ഐഡിയ ഇങ്ങനെ നോക്കണം. പ്രസംഗം ഈ മൊബൈലിൽ നോക്കിയിട്ട് ഇതിങ്ങനെയൊക്കെയാണോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. വേറെ ഇവാലുവേറ്റ് ചെയ്യാനൊന്നും ആരും ഉണ്ടാവില്ലല്ലോ. നമ്മൾക്കാണല്ലോ പ്രസംഗം നന്നാക്കണമെന്ന് ആഗ്രഹമുള്ള ആൾ. അതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് പോസ്ചർ ആൻഡ് ജെസ്റ്ററാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഈ ചൂണ്ടുവിരലൊന്നും എടുക്കൂ. കുറേ നേരം ഇങ്ങനെ കേട്ട് നിൽക്കുന്നു, ഒരു ആക്ടിവിറ്റി ആയിക്കോട്ടെ. ഓക്കെ, ഈ ചൂണ്ടുവിരലെടുത്തോ, എന്നിട്ട് തലയിലൊന്ന് തൊടൂ, തലയിലൊന്ന് തൊട്ടോ. ഓക്കെ, മൂക്കിലൊന്ന് തൊടൂ, തൊട്ടല്ലോ. ഇനി താടിയിലൊന്ന് തൊടൂ. ഇതാണോ താടി? ഇത് കവിളെന്നല്ലേ പറയുക, താടി താഴെയല്ലേ. എന്താ സംഭവം എന്നറിയോ? നിങ്ങൾ എന്നെ നോക്കി എന്നുള്ളതാണ് പ്രശ്നം. എൻ്റെ ബോഡി ലാംഗ്വേജ് എൻ്റെ കൈ പോയതിനനുസരിച്ച് നിങ്ങൾ കൊണ്ടുപോയതാണ്. ബോഡി ലാംഗ്വേജിന് ഈ ഒരു പവറുണ്ട്. നിങ്ങൾ പറയുന്ന വാക്കുകളേക്കാൾ ആളുകളെ കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള സാധനമാണ് നമ്മളെ കൈയുടെ ബോഡി ലാംഗ്വേജ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ മൊത്തത്തിൽ ശരീരഭാഷ
അങ്ങനെയുള്ളൊരു കപ്പാസിറ്റി ഉള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ബോഡി ലാംഗ്വേജ് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഈ കൈ എവിടെ വെക്കുന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതെവിടെ വെക്കുക? ഇതേറ്റവും ഉപകാരമുള്ള നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പാർട്ടാണ് ഈ 2 കൈ. പക്ഷേ ഇതൊരു വലിയ ബാധ്യതയായി വരുന്ന ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്റ്റേജാണ്. സ്റ്റേജിൽ വന്നിട്ട് ഇതിൻ്റെ മുകളിൽ വന്നാൽ ഈ സാധനം എവിടെയാണ് വെക്കുക എന്നുള്ളൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാവും നമുക്ക്. അപ്പോൾ ചില ആൾക്കാർ കൈ ബാക്കിലൊക്കെ കെട്ടുന്നത് കാണാം. അപ്പോൾ അതൊക്കെ അത്ര നല്ലൊരു ബോഡി ലാംഗ്വേജ് അല്ല. ചില ആൾക്കാർ പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൊണ്ടുപോകണമെന്നൊക്കെ കാണാം. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പാൻറ്റിൻ്റെ പോക്കറ്റിൽ പോയാൽ പിന്നെ കൈ ഏത് രീതിയിലാണ് മൂവ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ആളുകളുടെ ഇടയിൽ ഒരു ചെറിയ ഇംപ്രഷൻ കുറയാനും ചില ആളുകൾ നമ്മളെ നോക്കി ചിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. ആ ചിരി വന്നാൽ നമ്മളെ പ്രസംഗം നേരത്തെ പ്രിപ്പയർ ചെയ്ത സകല സാധനവും പോകും. അതുകൊണ്ട് ആളുകളെ ചിരിപ്പിക്കാതെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൈകൾ ഫ്രണ്ടിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. എങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ഏരിയയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. കൂടുതൽ അറിയണമെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ശരിക്കും പിന്നെ നമ്മളൊരു ഓഫ്ലൈൻ പ്രോഗ്രാമിൽ വരുമ്പോഴാണ് നമുക്കിത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യിക്കാൻ പറ്റുള്ളൂ എന്നൊരു വലിയ പരിമിതി ഈ ഒരു മീറ്റിങ്ങിന്, ഈ ഒരു ക്ലാസ്സിനുണ്ട് എന്ന് നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കുകയാണ്. പിന്നെയുള്ളത് നമ്മൾ ഐ കോണ്ടാക്റ്റ് ആണ്. തുടക്കക്കാരൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരിക്കും എന്ന് വെച്ചാൽ ഈ കണ്ണുകൾ, ചില ആളുകൾ നേരെ ടൈലിൽ നോക്കിയിട്ട് സംസാരിക്കും. താഴേക്കേ നോക്കുള്ളൂ, നേരെ നോക്കില്ല. നേരെ നോക്കിയാൽ കോൺഫിഡൻസ് പോകും. ചില ആളുകൾ മുകളിലേക്കേ നോക്കുള്ളൂ, നേരെ നോക്കില്ല. ചില ആളുകൾ ചിലപ്പോൾ ഇടതുപക്ഷമോ വലതുപക്ഷമോ ആയിരിക്കും, ഒരു സൈഡേ നോക്കുള്ളൂ, മറ്റേ സൈഡ് നോക്കില്ല. അപ്പോൾ ഈ കണ്ണുകൾ എവിടെ നോക്കണം എന്നുള്ള ചോദ്യത്തിന് അങ്ങനെ ഒരു പ്രത്യേക ഉത്തരവൊന്നുമില്ല. കണ്ണ് എവിടെ നോക്കണം എന്ന് ചോദിച്ചാൽ കണ്ണുകൾ നമ്മൾ ഓഡിയൻസിനൊക്കെ നോക്കണം എന്നുള്ളത് തന്നെയാണ്. എല്ലാവരെയും ഒന്ന് നോക്കി എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ എല്ലാവരെയും പോയിട്ട് നോക്കാനൊന്നും കഴിയില്ലല്ലോ, അവർക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ ഓഡിയൻസിനെ ഏകദേശം ഒരു ലെവലിലൊക്കെ വെച്ചിട്ട് എല്ലാവരെയും ഒന്ന് നോക്കി എന്ന് എല്ലാവരും അറിയുന്ന രൂപത്തിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് നോക്കണം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഐ കോണ്ടാക്റ്റ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഈ വോയിസ് മോഡുലേഷൻ ഒരു പ്രശ്നമാണ്. പ്രസംഗത്തിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് വോയിസ് മോഡുലേഷൻ. ഒരേ ലെവലിൽ പോയാൽ ഒരു രസം ഉണ്ടാവില്ല, ഭയങ്കര ബോറിംഗ് ആയിരിക്കും, ആളുകൾക്ക് പെട്ടെന്ന് മടുക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവണം, മോഡുലേഷൻ ഉണ്ടാവണം, വോയിസ് മോഡുലേഷൻ ഉണ്ടാവണം. പിന്നെ ഈ സിറ്റുവേഷൻ അനുസരിച്ച് വോയിസിൽ വ്യത്യാസമല്ലേ. ഇപ്പോൾ ഒരു ആഹ്ലാദ പ്രകടനം ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടോണ് വരണ്ടേ, അതൊരു ഗംഭീര ടോണായിരിക്കുമല്ലോ. വേറെ ആണെങ്കിൽ ഒരു സന്തോഷമുള്ള സ്ഥലത്താണ് നിങ്ങൾ പ്രസംഗിക്കുന്നതെങ്കിൽ നമ്മളെ ടോണിൽ വേറൊരു മാറ്റം ഉണ്ടാവില്ലേ. ഇനി മരണ വീട്ടിൽ അല്ലെങ്കിൽ അനുശോചന സമ്മേളനമാണെങ്കിൽ ആ ടോണൊന്ന് കുറയ്ക്കണ്ടേ. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ വോയിസ് മോഡുലേഷൻ നടക്കേണ്ടതുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യണം. അത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഒരു ഓഫ്ലൈനിൽ വന്നിട്ട് നിങ്ങൾ സംസാരിക്കുകയും സിറ്റുവേഷൻ തരികയും അതിനനുസരിച്ച് സംസാരിച്ച് നോക്കുകയൊക്കെ ചെയ്യണം. അത്തരം പ്രോഗ്രാമുകൾ നടക്കുന്ന ഇടം നിങ്ങൾ കണ്ടെത്തണം. എന്നിട്ട് അവിടെ പോയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യണം. ദെൻ പിന്നെയുള്ളത് പോസാണ്. പോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പ്രസംഗത്തിൻ്റെ ഇടയിൽ മെല്ലൊന്ന് നിർത്തുക. അപ്പോൾ നിങ്ങളൊന്നും എന്നെ ശ്രദ്ധിച്ചില്ലേ, അടുത്തത് എന്താണ് പറയാൻ പോകുന്നത് എന്ന് വിചാരിക്കുന്നില്ലേ. ഇതാണ് പോസിൻ്റെ ഒരു കപ്പാസിറ്റി, അതാണ്. പക്ഷേ പോസ് ഇടുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ അതൊരു പ്രൊലോങ്ഡ് പോസ്റ്റായി പോകരുത്. ഒരുപാട് നേരം ഇങ്ങനെ നിർത്തിയിട്ടല്ല ആളുകൾ ബാക്കി പറയൂ എന്നുള്ള മട്ടിലാകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചെറിയ പോസ്റ്റ് നല്ലതാണ്. ആളുകൾ ചെറുതായിട്ട് ശ്രദ്ധയൊക്കെ പാളിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് നിർത്തുമ്പോൾ അയാൾ ഇങ്ങോട്ട് തന്നെ വരും. അടുത്തത് എന്താണ് എന്നറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവും. അപ്പം അത് ഈ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെയുള്ളത് എംഫസിസാണ്. ചില വാക്കുകൾക്കൊരു ശക്തി കൊടുത്താൽ ആ വാക്കിൻ്റെ മീനിങ് മാറും. ഇപ്പം എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഭാര്യയെ തല്ലിയിട്ടില്ല. ആദ്യത്തെ വേർഡിന് നിങ്ങളൊന്ന് ശക്തി കൊടുത്തു നോക്കൂ. ഞാൻ എൻ്റെ ഭാര്യയെ തല്ലിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ തല്ലിയില്ല, വേറെ ആരോ തല്ലി എന്നതിനൊരർത്ഥം ഇല്ലേ? ഉണ്ട്. ദെൻ ഞാൻ എൻ്റെ ഭാര്യയെ തല്ലിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയെ തല്ലിയില്ല, വേറൊരാളെ ഭാര്യനെ തല്ലി എന്നൊരർത്ഥം അതിനുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയെ തല്ലിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പെങ്ങളെ തല്ലി എന്നതിനൊരർത്ഥമുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയെ തല്ലിയിട്ടില്ല എന്ന് പറഞ്ഞാൽ തല്ലിയിട്ടില്ല, കൊന്നിട്ടേ ഉള്ളൂ എന്നതിനൊരർത്ഥമുണ്ട്. അപ്പോൾ ഈ ഓരോ വേർഡിനും ശക്തി കൊടുക്കുമ്പോൾ ചെറിയ അർത്ഥവ്യത്യാസങ്ങൾ വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ ഒരു ചെറിയ ശ്രദ്ധയുണ്ടാവണം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ദെൻ പിന്നെ ഈ മൈക്രോഫോൺ, പോഡിയം, സ്റ്റേജ്, മൈക്ക് പിടിക്കുന്നത്, പോഡിയത്തിൽ വന്ന് നിൽക്കുന്നത്, ഇതൊക്കെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. മൈക്കൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ ഈ ചുണ്ടിൻ്റെ ലിപ്പിൻ്റെ താഴെ മൈക്ക് വെക്കുക എന്നുള്ളതാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ മുകളിൽ വെച്ച് പോയാൽ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നമ്മളെ കാണില്ലല്ലോ. ഇതിങ്ങനെ വല്ലാണ്ട് അടുത്ത് പോയാൽ ഇത് വലിയ പ്രശ്നമായിട്ട് മാറും, ആളുകൾക്ക് അതൊരു അരോചകമായി മാറും. കുറേ ദൂരെ പോയാൽ പിന്നെ ഈ മൈക്ക് കൊണ്ട് വലിയ കാര്യമില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു കൃത്യമായിട്ടൊരു 11 ഇഞ്ച് ഡിസ്റ്റൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി നാളെ മുതൽ മറ്റേ സ്കെയിലുമായിട്ട് പോകണ്ട, ഇത് അളന്ന് പിടിക്കാൻ അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം ഒരു ധാരണയുള്ളൊരു ദൂരം ഉണ്ടല്ലോ, അവിടെ മൈക്ക് വെക്കുക.
സംസാരിക്കുക എന്നൊക്കെയുള്ളത് തന്നെയാണ്. പോഡിയമൊക്കെ വെക്കുന്നത് നമ്മൾ ഹൈറ്റൊക്കെ നോക്കിയിട്ട് മൈക്ക് ഓപ്പറേറ്ററൊക്കെ അവിടെ ഉണ്ടാവും, അയാൾ ഓപ്പറേറ്റ് ചെയ്തോളൂ, നിങ്ങൾ പോയിട്ട് ആ മൈക്ക് പിടിക്കാനൊന്നും നിൽക്കണ്ട. ആ മൈക്ക് പിടിച്ച് കയ്യിലൊക്കെ പോന്നാൽ അത് നമ്മളെ കോൺഫിഡൻസിനെ ബാധിക്കും. അതുകൊണ്ടാണ് കുറച്ച് എക്സ്പെർട്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ആയിക്കോളും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ഞാൻ എൻ്റെ ഒരു ഇൻട്രോ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്കൊരു 2 മിനിറ്റോ 3 മിനിറ്റോ ടോപ്പിക്ക് തന്നിട്ട് നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞിട്ട് ഒരാളെ ഇത് ഇവാലുവേറ്റ് ചെയ്യാനാക്കണം. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഐ കോണ്ടാക്ട് എന്തായിരുന്നു സ്ഥിതി, നിങ്ങളുടെ വോയിസ് മോഡുലേഷൻ്റെ സ്ഥിതി എന്താ, നിങ്ങൾ പോസ് എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചിരുന്നോ, ഏതെങ്കിലും വേർഡിന് ശക്തി കൂട്ടിയപ്പോൾ അർത്ഥം മാറിപ്പോയ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നോ, മൈക്ക് പിടിച്ചത് എങ്ങനെയാണ്, കൈ എവിടെയായിരുന്നു, അതൊക്കെ നോക്കാൻ ഇവാലുവേറ്റ് ചെയ്യാൻ ഒരാളെ ഏൽപ്പിച്ചാൽ മതി. കുറച്ച് കാലം നമ്മളൊരു പ്രസംഗിക്കാൻ പോകുന്ന സമയത്ത് ഒരാളോട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞാൽ മതി, എന്നിട്ട് നിങ്ങൾ തന്നെ ഇവാലുവേറ്റ് ചെയ്താൽ മതി. നമ്മുടെയൊക്കെ പ്രസംഗ പരിശീലന ക്ലാസ്സിൽ നമ്മൾ വിവിധ സെഷൻസിലൂടെ പാർട്ടിസിപ്പൻസിനെ കൊണ്ടുപോകും. എന്നിട്ട് ഓരോ സെഷനിലും കൃത്യമായിട്ട് നമ്മൾ ഈ ഫീഡ്ബാക്ക് കൊടുക്കും. നമ്മുടെ ഈ കിക്ക് ബാറ്ററി കമ്പനി തന്നെ സംഘടിപ്പിക്കുന്ന സ്പീക്കർ പ്രോ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ പ്രസംഗ പരിശീലന ക്ലാസ്സുകളും ഒരു ദിവസം കൊണ്ട് അവസാനിക്കും, പിന്നെ അതിന് ഒരു ഫോളോ അപ്പ് ഉണ്ടാവാറില്ല. പക്ഷേ ഇവരുടെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത, ഇവരുടെ അടുത്ത ബാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരുടെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത, ഒരു 1 ഡേ പ്രോഗ്രാമിന് ശേഷം കൃത്യമായി 5 ഓൺലൈൻ സെഷനുകളുണ്ട്. അതിൽ ഓരോരോ അസൈൻമെൻറ്റ് തന്നിട്ട് അത് കൃത്യമായിട്ട് ക്യാമറയ്ക്ക് ഓൺ ചെയ്ത് പ്രസൻറ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ ഇവാലുവേഷനൊക്കെ കൊടുത്തിട്ട് 5 ഓൺലൈൻ സെഷന് ശേഷം വീണ്ടും ഒരു ഓഫ്ലൈൻ സെഷൻ ഉണ്ട്. അങ്ങനെ കൃത്യമായിട്ടൊരു ഫോളോ അപ്പ് പ്ലാനുള്ള ഒരു കോഴ്സ് ഇവർ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവരും ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം. അത് കഴിഞ്ഞ് സ്പീക്കർ പ്രോ ക്ലബ്ബിൽ 3 മാസത്തെ മെമ്പർഷിപ്പും ഫ്രീ ആയിട്ടുണ്ട്. അതിലൊരുപാട് മത്സരങ്ങളും നമ്മുടെ പ്രസംഗം ഗംഭീരമാക്കാൻ, സ്റ്റേജ് ഫിയർ ഇല്ലാതാക്കാൻ, നിങ്ങളൊരു കോൺഫിഡൻസ് സ്പീക്കർ ആക്കാനുള്ള എല്ലാ ചേരുവകളും അടങ്ങിയ ഒരു കോഴ്സ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ പറഞ്ഞത് ഒന്നുകിൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള കുറേ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ടാവും. നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. എല്ലാ ആഴ്ചയിലും നമ്മളൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ട് അവിടെ പോയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. ആ പ്രസൻറ്റ് ചെയ്തിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് സംസാരിക്കാൻ കുറച്ചുകൂടി എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മളെ കൂട്ടത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പങ്കെടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് റോൾസ് ഇൻ സ്റ്റേജ് എന്നുള്ളതാണ്. അതാണ് ശരിക്കും നമ്മൾ പഠിക്കേണ്ടത്. ശരിക്കും നമ്മളത് പ്രാക്ടീസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുക. കൃത്യമായിട്ട് നിങ്ങളുടെ സ്റ്റേജിലെ റോൾ എന്താണ് എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള റോളുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒന്ന്, നിങ്ങളൊരു വെൽക്കം സ്പീച്ച് നടത്തേണ്ടി വരും, ഒരു സ്വാഗത പ്രസംഗം. ഇതെങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. സാധാരണക്കാരായ ആളുകൾക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട റോൾ ഇതാണ്. ഇപ്പോൾ ചിലപ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയോ അല്ലെങ്കിൽ അത് ആ പ്രോഗ്രാമിൻ്റെ കൺവീനറൊക്കെ ആയി നിയമിക്കപ്പെട്ടാൽ പിന്നെ ആ പ്രോഗ്രാമിന് സ്വാഗതം പറയേണ്ടത് ഇവരാണല്ലോ. ഉറപ്പായിട്ട് നമ്മൾ സ്വാഗതം പറയേണ്ടി വരും. സ്വാഗതം പറയുമ്പോഴൊക്കെ എങ്ങനെയാണ് സ്വാഗതം പറയേണ്ടത് എന്നൊക്കെ കൃത്യമായൊരു ധാരണ നമുക്ക് ഉണ്ടാവണം. സ്വാഗതം പറയുന്ന ആളാണ് ഈ പ്രോഗ്രാം എന്താണെന്നും ഈ പ്രോഗ്രാം ആരാണ് സംഘടിപ്പിക്കപ്പെട്ടതെന്നും പറയേണ്ടത്. ഇതാരാ പ്രോഗ്രാം സംഘടിപ്പിച്ചതെന്ന് പറയണം, എന്തിനാണ് ഈ പ്രോഗ്രാം എന്ന് പറയണം, ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പറയണം. വന്ന ആളുകൾക്ക് മനസ്സിലാവണം ഇതൊരു പ്രോഗ്രാമാണ്, ഇത് ഏത് പ്രോഗ്രാമാണ്, ഇത് എന്തിനാണ് ഇത് സംഘടിപ്പിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്തമുള്ള ആളുടെ പേരാണ് വെൽക്കം സ്പീക്കിംഗ് നടത്തുന്ന വെൽക്കം സ്പീക്കർ ഓർ സ്വാഗത പ്രസംഗകൻ എന്ന് പറയുന്ന ആൾ. അയാളത് പറഞ്ഞ് പഠിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരെയായിട്ട് ആ ഹൈറാർക്കി അനുസരിച്ചിട്ട് സ്വാഗതം ചെയ്യണം. ഇടയ്ക്ക് എന്തെങ്കിലും ബൊക്കെയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റ് കൊടുക്കണം. ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ഓഫ്ലൈൻ സെഷനിൽ പോകുമ്പോൾ അവിടുത്തെ പരിശീലകൻ നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. നിങ്ങൾക്ക് ഓരോ റോള് തന്നിട്ട് ഈ പ്രാവശ്യം നിങ്ങൾ സ്വാഗതം പറയണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വെൽക്കം സ്പീച്ച് കേൾക്കും. വേണ്ട എഡിറ്റിങ്ങും കട്ടിങ്ങൊക്കെ നടത്തി തരാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വെൽക്കം സ്പീച്ചിനെ പറ്റി നമ്മളൊന്ന് സീരിയസ് ആയിട്ട് ആലോചിക്കണം. അത് ഗംഭീരമായിരിക്കണം. ഒരു പ്രോഗ്രാമിൻ്റെ തുടക്കമാണ്, നമ്മൾ പ്രസംഗത്തിൻ്റെ തുടക്കമാണ്. അത് ഗംഭീരമായിട്ടുള്ളൊരു സംഭവമായിരിക്കണം. ആൻഡ് ദെൻ പിന്നെ നമുക്ക് സാധ്യതയുള്ളത് പ്രസിഡൻഷ്യൽ അഡ്രസ്സാണ്, അധ്യക്ഷ പ്രസംഗം. പ്രസിഡൻഷ്യൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു മീറ്റിങ്ങിൻ്റെ കപ്പിത്താനാണ് ഇയാൾ. അതുകൊണ്ട് തന്നെ ആ പ്രോഗ്രാം കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം ഇദ്ദേഹത്തിനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് വളരെ പ്രസക്തിയുണ്ട്. അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. എങ്ങനെയാണ് ഒരു നല്ല അധ്യക്ഷ പ്രസംഗം നടത്തുക എന്നൊക്കെ ഉള്ളത് നമ്മൾ ഓഫ്ലൈനായിട്ട് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു വെൽക്കം സ്പീച്ചാണ്, 2 പ്രസിഡൻഷ്യൽ അഡ്രസ്സാണ്, മൂന്നാമത്തത് ഫെലിസിറ്റേഷൻ സ്പീച്ചാണ്, ആശംസാ പ്രസംഗം എന്ന് പറയുന്നൊരു പ്രസംഗമുണ്ട്. ആശംസാ പ്രസംഗം
ശരിക്കും നമ്മൾ എന്തിനാണ് ഒരു സദസ്സിൽ ഉൾപ്പെടുത്തുന്നത് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടോ? എന്തിനാണ് കുറേ ഫെലിസിറ്റേഷൻ സ്പീച്ച് നടത്തുന്ന ആളുകൾ ഉൾപ്പെടുത്തുന്നത്? അവരെ ഒരു പരിഗണിക്കലാണത്. ഇപ്പോൾ കുറേ ആളുകളുണ്ടാവും ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട, അവരൊക്കെ സ്റ്റേജിൽ വരുമ്പോൾ അവരുടെ 2 വാക്ക് സംസാരിക്കാൻ അവർക്കൊരു അവസരം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾക്കൊരു ഫെലിസിറ്റേഷൻ സ്പീച്ച് നടത്താൻ അവസരം കിട്ടിയാൽ നമ്മൾ ആലോചിക്കണം, നമ്മളൊന്ന് പരിഗണിച്ചതാണ് അവർ സംഘാടകർ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓഡിയൻസിനെ പരിഗണിക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ആശംസാ പ്രസംഗം എന്ന് പറഞ്ഞാൽ മാക്സിമം 2 മിനിറ്റാണ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ആരാണ് എന്ന് വെറുതെ ഒന്ന് പരാമർശിച്ചിട്ട് ആ ഒരു പ്രോഗ്രാമിന് ആശംസകൾ അർപ്പിക്കേണ്ട ആളാണ് നിങ്ങൾ. അതേ ചെയ്യേണ്ടതുള്ളൂ. നിങ്ങൾ പിന്നെ കാട് കയറി പ്രസംഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് മുഖ്യ പ്രഭാഷകരൊക്കെ അവിടെ വേറെ ഇരിക്കുന്നുണ്ട്, അവർ പറഞ്ഞോളൂ. നിങ്ങൾ തൽക്കാലം ആശംസ പറഞ്ഞിട്ട് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ചില ആശംസാ പ്രസംഗകരെ കൊണ്ട് ആ പ്രോഗ്രാം തന്നെ കുളമായി പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. സംഘാടകരുടെ എല്ലാ ടൈമിങ്ങും തെറ്റിച്ചു പോകുന്ന, അല്ലെങ്കിൽ ഇവർ സമയം അധികം എടുത്തത് കൊണ്ട് അവരുടെ എല്ലാ പ്രോഗ്രാമും ഷെഡ്യൂളും താറുമാറാക്കുന്ന ചില ആളുകളുണ്ട്. ആ ആളുകളായിട്ട് നമ്മൾ മാറരുത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രസംഗം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതാണ്. പുതിയ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചൊരു ആഫ്റ്റർ കോവിഡ് കാലഘട്ടത്തിൽ ആളുകളുടെ അറ്റൻഷൻ സ്പാന് വല്ലാതെ കുറഞ്ഞു പോയിട്ടുണ്ട്. ആളുകൾക്ക് ഇങ്ങനെ കേട്ടിരിക്കാൻ പറ്റില്ല. കുറച്ച് സമയമേ ആളുകൾ ശ്രദ്ധിക്കുള്ളൂ. അതിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ കൃത്യമായി ഞാൻ ഈ പറഞ്ഞ ഓപ്പണിംഗ്, ബോഡി, കൺക്ലൂഷനൊക്കെ വെച്ച് വളരെ എഫക്റ്റീവായിട്ട് ഒരു പ്രസൻറ്റേഷൻ നടത്തണം. ആളുകൾ 2-3 മിനിറ്റിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന, അവരുടെ ഹൃദയത്തിലേക്ക് കയറി പോകുന്ന രീതിയിൽ നമുക്ക് സ്പീച്ച് നടത്താൻ പറ്റണം. പിന്നെ നമുക്ക് സ്റ്റേജിലുണ്ടാവുന്ന ഒരു റോൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് വോട്ട് ഓഫ് താങ്ക്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രസംഗിച്ച് പഠിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു റോൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് വോട്ട് ഓഫ് താങ്ക്സ് ആണ്. നന്ദി പറയുക എന്നുള്ളതാണ്. നാളെ മുതൽ ഈ ഒരു വീഡിയോ കോൺഫറൻസിൽ അല്ലെങ്കിൽ ഈ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരോടുമുള്ള എൻ്റെ റിക്വസ്റ്റാണ്, നിങ്ങളുമായി ബന്ധപ്പെട്ട ഏത് പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റേജ് ഫിയർ ഉണ്ട്, സ്വാഗത പ്രസംഗം ഏറ്റെടുക്കാനോ അധ്യക്ഷനാവാനോ ആശംസകൾ പറയാനോ എന്തെങ്കിലും ഒരു പേടിയോ ബുദ്ധിമുട്ടോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചോദിച്ചു വാങ്ങണം ഈ വോട്ട് ഓഫ് താങ്ക്സ് പറയാനുള്ള അവസരം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമുക്ക് പ്രസംഗിച്ച് പഠിക്കാനുള്ള ഏറ്റവും മികച്ച അവസരമാണിത്. ആളുകൾ വേറെ എന്തെങ്കിലുമൊക്കെ അന്വേഷിക്കുന്ന തിരക്കിലായിരിക്കും. ആളുകൾ ഈ പ്രസംഗമൊന്നും വല്ലാതെ കേൾക്കാനൊന്നും സാധ്യതയില്ല. അപ്പോൾ പ്രസംഗിച്ച് പഠിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണിത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതേപോലെ ഒരു പ്രസംഗം മെച്ചപ്പെടുത്താനുള്ള വേറൊരു ഓപ്ഷൻ ഇതേപോലെയുള്ള ഓൺലൈൻ പ്രോഗ്രാമുകളും പ്ലാറ്റ്ഫോമുകളും ഉണ്ടാവും. അവിടെ നിങ്ങളിപ്പോൾ ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നത് പോലെ അല്ലാതെ ക്യാമറ തുറന്നു വെച്ച് ഓഡിയൻസിനെ നോക്കിയിട്ട് കൃത്യമായിട്ട്, ഇപ്പം നിങ്ങൾ ഇരുന്നിട്ടൊക്കെയാണല്ലോ സംസാരിക്കുന്നത്, ഇരുന്നിട്ടാണ് ഇത് കേട്ടോണ്ടിരിക്കുന്നത്, ഒന്നും കൂടി ക്യാമറയ്ക്ക് ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കുറച്ച് ദൂരെ മാറിയിട്ട് നിങ്ങളുടെ എല്ലാ ബോഡി മൂവ്മെൻറ്റ്സും കാണാൻ പറ്റുന്ന രീതിയിൽ പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾക്ക് അത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രസംഗിക്കുകയും ബാക്കി ഇത് കേൾക്കുന്ന പാർട്ടിസിപ്പൻസ് അത് ഇവാലുവേറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയാൽ നമ്മളെ പ്രസംഗം ഓട്ടോമാറ്റിക്കലി നന്നായി വരും. കുറേ സ്റ്റേജുകൾ പാസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് നല്ല സ്പീക്കറായിട്ട് മാറാൻ പറ്റും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഈ ഒരു ഓൺലൈൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതൊരു വലിയ യാത്രയുടെ ഒരു തുടക്കമായിട്ട് മാറണം. ഇതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. ഈ ഓൺലൈൻ എന്ന് പറയുന്ന സമയത്ത് പ്രസംഗ പരിശീലനം എന്ന് പറയുന്നതും ഓൺലൈനും തമ്മിൽ ഇങ്ങനെ മാച്ച് ചെയ്യാത്തൊരു സാധനമാണ്. ശരിക്കത് ഓഫ്ലൈൻ ആയിരിക്കണം. വെള്ളത്തിൽ ഇറങ്ങി തന്നെ നീന്തൽ പഠിക്കണ്ടേ, റോഡിൽ ഇറങ്ങി തന്നെ ഡ്രൈവിംഗ് പഠിക്കണ്ടേ, ഇതേപോലെ തന്നെ ഓഫ്ലൈനായിട്ട് നിങ്ങൾ വരികയും പ്രസൻറ്റ് ചെയ്യുകയും അതിന് ഇവാലുവേറ്റ് ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്ന ആ രീതിയിലേക്ക് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ചില ഏരിയകൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ടാവും. ആ ഏരിയ നമ്മൾ കണ്ടെത്തി തരും. അത് ഇമ്പ്രൂവ് ചെയ്തിട്ട് അടുത്ത പ്രസൻറ്റേഷൻ വരും, അതിനെ വീണ്ടും ഇവാലുവേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് കൃത്യമാക്കിയിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളിപ്പോൾ ഏത് പ്രസംഗവേദിയും ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. ആർക്കാണ് കൂടുതൽ കയ്യടി കിട്ടുന്നത് എന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. ഞാൻ ഓഡിയൻസിൽ ഒരാളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതിങ്ങനെ ഇവാലുവേറ്റ് ചെയ്തു. ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ സംസാരം തുടങ്ങി അവസാനിപ്പിച്ച ആൾക്കാണ്. കൃത്യമായിട്ട് ദീർഘനേരം സംസാരിച്ച ആളുകൾക്ക് അത്ര കയ്യടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം അതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ചുരുങ്ങിയ സമയം കൊണ്ട് സംസാരിക്കണമെങ്കിൽ നല്ല പ്രിപ്പറേഷൻ വേണം, നല്ല പ്ലാനിങ് വേണം, നല്ല രീതിയിൽ ഒരുങ്ങണം.
എന്നാൽ മാത്രമേ കുറേ സംസാരിക്കാൻ വലിയ ഒരുക്കങ്ങൾ വേണ്ടെന്നാണ് പറയുക. അതിങ്ങനെ പറഞ്ഞു പോവുകയാണ്, അതിനൊരു ലോജിക്കൽ കണക്ഷൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് സംസാരിച്ച് തീർക്കണമെങ്കിൽ കൃത്യമായ പ്രിപ്പറേഷൻ, കൃത്യമായ പ്ലാനിങ്, കൃത്യമായ റിഹേഴ്സലൊക്കെ ഉണ്ടാവണം. ഈ രീതിയിൽ റിഹേഴ്സൽ നടത്തി പ്രിപ്പറേഷൻ നടത്തി പ്ലാനിങ് നടത്തി പ്രസംഗിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. അപ്പോൾ നാളെ മുതൽ കിട്ടുന്ന വേദികളൊക്കെ നമ്മൾ ഗംഭീരമായിട്ട് ഉപയോഗപ്പെടുത്തുമെന്നുള്ളൊരു പ്രതിജ്ഞ എടുത്തിട്ട് മാത്രമേ, ആ ഒരു ഉറപ്പേ നിങ്ങളിൽ നിന്നും എനിക്ക് വേണ്ടതുള്ളൂ. അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തിട്ട് മാത്രമേ നിങ്ങൾ ഈ ഓൺലൈൻ സെഷൻ അവസാനിപ്പിച്ച് പോകാവുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഒരു സമ്മറി ഇതാണ്. എന്തിനാണ് പ്രസംഗം എന്നൊക്കെ ചോദിച്ചാൽ, പ്രസംഗ പരിശീലനം എന്തിനാണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു വിജയിച്ച് നിൽക്കുന്ന ആളാണെങ്കിൽ ഈ സ്കില്ലും കൂടി ഉണ്ടെങ്കിൽ നമ്മളെ തിളക്കം ഒന്ന് കൂടും. ഈ സ്കില്ലില്ലെങ്കിൽ നമുക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എവിടെയാണെങ്കിലും, നിങ്ങളിപ്പോൾ ഇതിങ്ങനെ പ്രസംഗ പരിശീലന വേദികൾ അല്ലെങ്കിൽ സ്റ്റേജിൽ പെർഫോം ചെയ്യേണ്ട ആളല്ല എന്ന കൃത്യമായ ധാരണ നിങ്ങൾക്കുണ്ടെങ്കിലും ചില ഇടങ്ങളില്ലേ നമ്മളൊന്ന് എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുന്ന, ചില നമ്മുടെ മക്കളുടെ സ്കൂളിലെ PTA മീറ്റിങ്ങിൽ പോകുമ്പോൾ ഒരു അഭിപ്രായം പറയൂ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ടി വരുന്നൊരവസ്ഥയില്ലേ? നേരെ കയറിയിട്ട് കുട്ടികൾക്കും കൂടി ഒരു അഭിമാനമല്ല അത്, ബാക്കിയുള്ള പേരൻസിന് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് 2 അഭിപ്രായം പറയാൻ നമുക്ക് പറ്റണ്ടേ? എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു സ്കില്ലിൻ്റെ പേരാണ് പ്രസൻറ്റേഷൻ സ്കിൽ, സ്പീക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത്. ആ സ്കില്ലിലേക്കുള്ള യാത്രയുടെ ഒരു തുടക്കമാണിത്. നിങ്ങൾ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു എന്നുള്ളത് തന്നെ ആ യാത്രയ്ക്ക് നിങ്ങൾ റെഡിയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു പേടി നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ ആ പേടിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ് ആ പേടി മാറാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. ആ സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ എടുക്കേണ്ട പ്രതിജ്ഞ എന്ന് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഇനി അവസാനമായിട്ട് 10 ഗോൾഡൻ റൂൾസ് ടു ബിക്കം എ കോൺഫിഡൻസ് സ്പീക്കർ എന്നുള്ളതാണ്. നല്ലൊരു കോൺഫിഡൻസ് സ്പീക്കർ ആവണമെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട 10 ഗോൾഡൻ റൂളും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നമ്പർ 1, നോ യുവർ ഓഡിയൻസ് എന്നാണ്. നമ്മൾ ഓഡിയൻസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓഡിയൻസിനനുസരിച്ച് സംസാരിക്കാൻ പറ്റണം, അവരുടെ ഹൃദയം ചേർന്ന് സംസാരിക്കാൻ പറ്റണം, അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ പറ്റണം. അതിനാദ്യം ഓഡിയൻസിനെ മനസ്സിലാക്കണം. ആൻഡ് സെക്കൻഡ്, പ്രിപ്പയർ തെറോലി എന്നുള്ളത് തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, പ്രിപ്പറേഷൻ ഗംഭീരമായാൽ നിങ്ങളുടെ പ്രസൻറ്റേഷൻ ഗംഭീരമാകും. അപ്പോൾ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറുക. അപ്പോൾ നിങ്ങളുടെ പ്രസൻറ്റേഷൻ ഗംഭീരമാവും. ആളുകളുടെ പ്രശംസ പിടിച്ചു പറ്റുന്ന, ആളുകൾ പ്രസംഗത്തിന് ശേഷം കൈയടിക്കുന്ന അങ്ങനെയുള്ള ആളുകളായിട്ട് നിങ്ങൾ മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആൻഡ് തേർഡ് വൺ, സ്റ്റാർട്ട് വിത്ത് എ സ്ട്രോങ് ഓപ്പണിംഗ് എന്നാണ്. നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു കൺക്ലൂഷനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടക്കം അത് ഗംഭീരമായിരിക്കണം. ഒരു സ്ട്രോങ് ഓപ്പണിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. ആ തുടക്കമാണ് ആളുകൾ ഈ പ്രസംഗം കേൾക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. തുടക്കം ഗംഭീരമാണെങ്കിൽ ആളുകൾ ആ പ്രസംഗം തീരുന്നത് വരെ ഇരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാളിൽ നിന്നും ഇനിയും എന്തൊക്കെയോ വരാനുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ അവരിൽ ഉണ്ടാക്കും. തുടക്കം സാധാരണ പോലെ, ബാക്കിയുള്ളവരിൽ നിന്നും ഒരു വ്യത്യാസവും ഇല്ല എങ്കിൽ നിങ്ങൾ അവസാനത്തെ സ്പീക്കറൊക്കെ ആണെങ്കിൽ ആളുകൾ കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നാലാമത്തേത്, ബി ക്ലിയർ ആൻഡ് കൺസൈസ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വലിയ കോംപ്ലിക്കേറ്റഡ് ആയ വാക്കുകളൊന്നും നിങ്ങൾ പ്രസംഗത്തിൽ ഉപയോഗിക്കേണ്ട. ആളുകളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. സിമ്പിളായിട്ട് സംസാരിക്കൂ, ആളുകൾക്കത് ഇഷ്ടാവും. വലിയ കോംപ്ലിക്കേറ്റഡ് വാക്കുകൾ ഉപയോഗിച്ചിട്ട് ആളുകളെ വല്ലാതെ പ്രശ്നങ്ങളിലാക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ സംസാരിക്കേണ്ട. ആളുകൾ എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള മനുഷ്യന്മാരല്ലേ, അവർക്ക് ആഗ്രഹിക്കുന്ന അവരുടെ ലാംഗ്വേജിൽ സംസാരിക്കൂ. ആൻഡ് ഫിഫ്ത്ത് വൺ, പ്രാക്ടീസ് ബോഡി ലാംഗ്വേജ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ബോഡി ലാംഗ്വേജിൻ്റെ ഒരു പവർ കാണിച്ചു തന്നില്ലേ, ബോഡി ലാംഗ്വേജിൻ്റെ കൂടെ ആളുകൾ സഞ്ചരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡി ലാംഗ്വേജ് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു വലിയ അപകടം കൂടിയുണ്ട്. നേരത്തെ നമുക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സംഭവമല്ല ബോഡി ലാംഗ്വേജ്. അത് നാച്ചുറലി വരേണ്ടതാണ്. അല്ലാതെ ഇത് ഓർഡറിലാക്കിയൊക്കെ പഠിച്ചു പോയിട്ട് ഈ ഓർഡർ എങ്ങാനും ഒന്ന് തെറ്റിപ്പോയാൽ ആകെ കൺഫ്യൂഷൻ ആകും, ആളുകൾ ആകെ പ്രശ്നത്തിലായി പോകും. പക്ഷെ എന്നാലും ചെറുതായിട്ട് ബോഡി ലാംഗ്വേജ് ഒക്കെ എങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിയിലൊരു പ്രാക്ടീസ് നമ്മൾ നടത്തുന്നത് നല്ലതാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ദെൻ ആറാമത്തേത്, സിക്സ്ത് വൺ, കൺട്രോൾ യുവർ വോയിസ് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ വോയിസ് മോഡുലേഷനൊക്കെ പറഞ്ഞില്ലേ, കൃത്യമായ നമ്മളെ വോയിസുകൾ മോഡുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് സെവൻത്ത് വൺ, എൻഗേജ് ഓഡിയൻസ് എന്നുള്ളതാണ്. ഓഡിയൻസിനെ എൻഗേജ് ചെയ്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റണം.
ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നതെന്നും അവരുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നതെന്നും അവർക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില ഡാറ്റാസും കണ്ടന്റുകളും പ്രസൻറ്റ് ചെയ്യണം. അതാണ് എൻഗേജ് ഓഡിയൻസ്. ആൻഡ് എട്ടാമത്തത് സ്റ്റേ ഒതൻറ്റിക് എന്നുള്ളതാണ്. ബി യുവർ സെൽഫ്. നിങ്ങളായാൽ മതി. ചില ആളുകളെ കണ്ടിട്ടില്ലേ, വേറെ ആരുടെയൊക്കെയോ ശൈലി പിടിക്കാൻ പോകും, പിന്നെ അതും ഇല്ല ഇതും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് നിങ്ങളായിട്ട് സംസാരിച്ചാൽ മതി. നിങ്ങളുടെ ഒരു സ്റ്റൈലില്ലേ, നിങ്ങളുടെ ഒരു പ്രസൻറ്റേഷനും പ്രിപ്പറേഷനും പ്ലാനിങ്ങും കഴിഞ്ഞിട്ട് നിങ്ങളുടേതായ രീതിയിൽ സംസാരിച്ചോളൂ. നിങ്ങൾ നല്ലൊരു സ്പീക്കറായിട്ട് മാറും. ആൻഡ് ദ 9th വൺ, ഹാൻഡിൽ നെർവസ്നെസ് പോസിറ്റീവ്ലി എന്നാണ്. പേടിയൊക്കെ ഉണ്ടാവും. ഗാന്ധിജിക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞില്ലേ, സ്വാമി വിവേകാനന്ദന് പേടിയുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ പേടിയുള്ള ആളുകളെ പോലെ നമുക്ക് പേടിയുണ്ടാവും, നെർവസ്നെസ് ഉണ്ടാവും. പക്ഷെ അത് പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യണം. ചെറിയ ആശങ്കകൾ പേടിയൊക്കെ മനസ്സിനുള്ളിലൊക്കെ ഉണ്ടാവും, പക്ഷെ അതങ്ങനെ വല്ലാതെ കാണിക്കണ്ട. കോൺഫിഡൻ്റായി മുഖത്തൊരു ചിരിയൊക്കെ വെച്ച് ആളുകളുടെ മുന്നിൽ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് സംസാരിക്കും. ഉള്ളിൽ പേടി ഉണ്ടായിക്കോട്ടെ, പുറത്തത് കാണിക്കണ്ട. ആ രീതിയിൽ ഒന്ന് പോസിറ്റീവായിട്ടൊന്ന് ഹാൻഡിൽ ചെയ്യും. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് 10th വൺ, എൻഡ് വിത്ത് എ മെമ്മറബിൾ കൺക്ലൂഷൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവസാന വാക്കുകൾ ചിലപ്പോൾ ആളുകളുടെ മനസ്സിലിങ്ങനെ പതിഞ്ഞു കിടക്കും. അതിനനുസരിച്ച് അത് പ്ലാൻ ചെയ്യണം. ഒരു പ്രസംഗം തുടങ്ങിയിട്ട് ഓപ്പണിങ്ങിലൂടെ പോയി ബോഡിയിൽ കൃത്യമായിട്ട് ആളുകൾ മനസ്സിലാവുന്ന ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ച് ഏറ്റവും അവസാനം ആളുകളുടെ മനസ്സിലൊരു കയ്യൊപ്പ് ചാർത്തി കൃത്യമായിട്ട് അവസാനിപ്പിക്കുന്ന ഒരു സ്പീക്കറായിട്ട് നമ്മൾ മാറുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ആ രീതിയിൽ ആളുകൾ ഇങ്ങനെ കരുതണം. പ്രസംഗം ഇപ്പോൾ തീരരുതേ എന്ന് പറയുന്ന രീതിയിൽ ആളുകളുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുന്ന രീതിയിൽ അങ്ങ് അവസാനിപ്പിച്ചിട്ട് അടുത്ത ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് മൈക്ക് കൊടുക്കണമെന്നും ഒരു 2-3 മിനിറ്റെങ്കിലും അദ്ദേഹത്തിനെ കൊണ്ട് സംസാരിപ്പിക്കണമെന്നും പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളത് തന്നെയാണ് ഈ 10 ഗോൾഡൻ റൂൾസ് ടു ബിക്കം എ കോൺഫിഡൻസ് സ്പീക്കർ എന്നുള്ള പോയിന്റിൽ എനിക്ക് പറയാനുള്ളത്. സോ ഈ 10 പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. നാളെ മുതൽ എല്ലാ സ്റ്റേജുകളും ഉപയോഗിക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറട്ടെ. അങ്ങനെ മാറണം. അതിന് മനസ്സിനുള്ളിലൊരു തീരുമാനം എടുക്കുക, പ്രതിജ്ഞ എടുക്കുക എന്നുള്ളത് വളരെ നിർണായകമാണ് എന്ന് നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ ഒരൊറ്റ വാക്ക് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ജർമ്മനിയിൽ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ബോധമുള്ള ആളുകൾ എന്ന നിലയിലുണ്ടായിരുന്ന ജർമ്മനിയിലെ ആളുകളെ ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ ആളുകളാക്കി മാറ്റിയത് മറ്റുള്ളവർക്ക് വിദ്യാഭ്യാസം ഇല്ലായിട്ടൊന്നല്ലല്ലോ. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ സ്പീക്കിംഗ് സ്കില്ലുണ്ടെങ്കിൽ, പ്രസൻറ്റേഷൻ സ്കില്ലുണ്ടെങ്കിൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഇൻസ്പയർ ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ സ്കില്ല് ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായ ഒരുപാട് ആളുകളുണ്ട്. ആ നഷ്ടം നമ്മളിനി അഭിമുഖീകരിക്കാനേ പാടില്ല. ആ 10 റൂൾസ് ഒന്ന് റിപ്പീറ്റ് ചെയ്യണം എന്ന് ആരോ ഒന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. 10 ഗോൾഡൻ റൂൾസ് ടു ബിക്കം എ കോൺഫിഡൻസ് സ്പീക്കർ. നമ്പർ 1, നോ യുവർ ഓഡിയൻസ്. ഓഡിയൻസിനെ മനസ്സിലാക്കുക. നമ്പർ 2, പ്രിപ്പയർ തറോലി. കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. മൂന്നാമത്തത്, സ്റ്റാർട്ട് വിത്ത് എ സ്ട്രോങ് ഓപ്പണിംഗ് എന്നുള്ളതാണ്. കൃത്യം സ്ട്രോങ് ഓപ്പണിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ആളുകളെ പിടിച്ചിരുത്തുന്ന തുടക്കമായിരിക്കണം. 4, ബി ക്ലിയർ ആൻഡ് പ്രിസൈസ്, കൺസൈസ് എന്നുള്ളതാണ്. കൃത്യമായിട്ട് ക്ലിയറായിട്ട് സിമ്പിളായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക. ആൻഡ് 5, പ്രാക്ടീസ് ബോഡി ലാംഗ്വേജ്. കൃത്യമായി ബോഡി ലാംഗ്വേജ് ഒന്ന് പ്ലാൻ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. കൺട്രോൾ യുവർ വോയിസ്. ആറാമത്തത്, വോയിസ് മോഡുലേഷൻ പ്രാക്ടീസ് ചെയ്യുക. 7, എൻഗേജ് ഓഡിയൻസ്. ഓഡിയൻസിൻ്റെ ഹൃദയത്തിൽ തട്ടിയുള്ള സംസാരമാവുക, അവർക്ക് വേണ്ടി പറയുക, അവരുടെ കാര്യങ്ങൾ പറയുക. ദെൻ 8ാമത്തത്, സ്റ്റേ ഒതൻറ്റിക്, ബി യുവർ സെൽഫ് എന്നുള്ളതാണ്. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളായിട്ട് സംസാരിച്ചാൽ മതി, ആരുടെയും ശൈലി കോപ്പി ചെയ്യാൻ നിൽക്കേണ്ടതില്ല. ആൻഡ് 9th വൺ, ഹാൻഡിൽ നെർവസ്നെസ് പോസിറ്റീവ്ലി എന്നാണ്. കൃത്യമായി നമ്മുടെ നെർവസ്നെസ് പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യുക, ആളുകളെ കാണിക്കാതെ. കൃത്യമാണ്. സ്റ്റേജ് ഫിയർ ഒക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്, എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളത് പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യും. ആൻഡ് ദ 10th വൺ, എൻഡ് വിത്ത് എ മെമ്മറബിൾ കൺക്ലൂഷൻ എന്നുള്ളതാണ്. കൃത്യമായിട്ട് ആളുകളുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന, കയ്യൊപ്പ് ചാർത്തിയിട്ട് തിരിച്ചു വരുന്ന ആളുകളായിട്ട് ആ രീതിയിലൊരു കൺക്ലൂഷൻ നമ്മൾ നടത്തുക എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി നമ്മൾ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരും ഇങ്ങനെ ആളുകളുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന സ്പീക്കേഴ്സായിട്ട് മാറട്ടെ. ആ ഒരു യാത്രയുടെ തുടക്കമായിട്ട് ഇന്നത്തെ പ്രോഗ്രാം മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യപ്പെടും. നമുക്ക് അവിടെ സംസാരിക്കാം. ഓക്കെ.
ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്.